പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്ന രണ്ട് മേഖലകൾ, പ്രത്യേകിച്ച് നമ്മളുടെ ക്ലാസിക്കൽ കലാമേഖലയും അതുപോലെ ഫോക്ലോർ കലാമേഖലയും, അവ ഏത് തരത്തിലാണ് അവയുടെ പുതിയ രൂപങ്ങളും അവയുടെ വ്യതിചലനങ്ങളും സംഭവിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് നേരമാണ് നമ്മൾ ഇവിടെ ആലോചനയ്ക്ക് വേണ്ടിയിട്ട് ഈ സമയം ഉപയോഗിക്കുന്നത്. ഇതിൽ തന്നെ നമ്മുടെ നവോത്ഥാനവും കലാരൂപങ്ങളിൽ സംഭവിക്കുന്ന അതിൻ്റെ പരിവർത്തനവും ഒക്കെ ഈ ചർച്ചയിൽ വരും എന്ന് കരുതുന്നു. ഇവിടെ എനിക്ക് മുമ്പിലുള്ള രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഡോക്ടർ എ കെ വാസു, ഈ മേഖലയിൽ പ്രത്യേകിച്ചും തൻ്റെ ഗവേഷണ പഠന മേഖല എന്ന നിലയിൽ ഫോക്ലോറിനെ സംബന്ധിച്ചിട്ട് വിശദമായ പഠനങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ള കവിയും എഴുത്തുകാരനും അതുപോലെ സാമൂഹിക ചർച്ച മണ്ഡലങ്ങളിലൊക്കെ സജീവമായിട്ടുള്ള സാന്നിധ്യവും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധം അതിൻ്റെ രചന കാലത്ത് തന്നെ പരിചയപ്പെട്ടിരുന്നു. കേരള യൂണിവേഴ്സിറ്റിയിലാണത് ഗവേഷണ പഠനം നടത്തിയത്. പ്രത്യേകിച്ചും കൊച്ചി പ്രദേശങ്ങളിലെ ഫോക്ലോറുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു ഗവേഷണ പഠനം നടത്തി വന്നിരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വിശിഷ്ട വ്യക്തിയായിട്ടുള്ള ശ്രീ ഡോക്ടർ RLV രാമകൃഷ്ണൻ, ക്ലാസിക്കൽ മേഖലകളിൽ ആ അർത്ഥത്തിൽ ഒരുപക്ഷെ മറ്റൊരു ശരീര സാന്നിധ്യം കൊണ്ട്, അഥവാ പുരുഷ ശരീര സാന്നിധ്യം കൊണ്ട് ക്ലാസിക്കൽ നൃത്ത മേഖലയിലെ മറ്റൊരു ചർച്ച മുന്നോട്ട് വെക്കുവാൻ കഴിഞ്ഞ ഒരു വ്യക്തിത്വമാണ്. ഈ കൂടിയിരിക്കലിന് മുമ്പ് തന്നെ അദ്ദേഹവുമായിട്ട്, ഡോക്ടർ വാസുവായിട്ടും ഒക്കെ ഇതിനെ സംബന്ധിച്ചിട്ട് ചില കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തിരുന്നു. ഇത് ഒരു ഏകോപനം എന്ന നിലയിൽ ഇത് കൂടുതൽ സജീവമാക്കുവാൻ ഏത് തരത്തിലാണ് എൻ്റെ ഭാഗത്തു നിന്നും വേണ്ട ഇടപെടൽ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ വേണമെന്നൊക്കെ ഞാൻ ചോദിച്ചറിയുകയും ചെയ്തിരുന്നു. ഇവിടെ ആദ്യമേ നമ്മളോട് ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ ഞാൻ ഡോക്ടർ എ കെ വാസു മാഷിനെയാണ് ക്ഷണിക്കുന്നത്. അദ്ദേഹം പ്രത്യേകിച്ചും ഫോക്ലോർ മേഖലയിൽ ഗവേഷണവും പഠനവും നടത്തിയിട്ടുള്ള ആൾ എന്ന നിലയിലും, പ്രത്യേകിച്ചും കൊച്ചി കുന്നത്തുനാട് പ്രദേശങ്ങളിലെ ഫോക്ലോർ ഗാനശാഖകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പഠിച്ചിട്ടുള്ള ആൾ എന്ന നിലയിലും, മാത്രവുമല്ല ഫോക്ലോറിൻ്റെ ഈ ഒരു പഠന മേഖലയുടെ സൈദ്ധാന്തികവും സാംസ്കാരികവുമായ അതിൻ്റെ ഒരു സ്വഭാവം എന്ത് എന്ന നിലയിൽ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്, അതിനെ എങ്ങനെയാണ് വിമർശനപരമായി വീക്ഷിക്കുന്നത്, പ്രത്യേകിച്ച് നവോത്ഥാനവും നവോത്ഥാന അനന്തരവുമായ ഇടത്തിൽ എങ്ങനെ കാണുന്നു എന്ന് നമുക്ക് ഡോക്ടർ എ കെ വാസുവിൽ നിന്നും ഈ ചർച്ച ആരംഭിക്കാം. പ്രിയമുള്ളവരെ, ഈ ഒരു കലാലയത്തിൽ ഇങ്ങനൊരു പരിപാടി തുടരുന്നതിൽ ഇവിടുത്തെ സംഘാടകരെ അവരെ അഭിനന്ദിക്കുന്നു. കലകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്ത്യൻ കലാരൂപങ്ങൾ, പ്രത്യേകിച്ച് കേരളീയവും അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തത്തിലുണ്ടായ കലാരൂപങ്ങളെ ജാതിയിൽ നിന്ന് മാറ്റി നിർത്തി ചർച്ച ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അത് ഗുണമാണോ ദോഷമാണോ എന്നറിയില്ല. ജാതിയുമായി ബന്ധപ്പെട്ടാണ് എല്ലാ കലകളും ഉണ്ടായി വന്നതെന്ന് നമുക്ക് സൂക്ഷ്മമായി നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ പുള്ളുവൻ പാട്ട്, പുള്ളുവർ എന്ന സമുദായവുമായാണ് അതിന് നേരിട്ടുള്ള ബന്ധം. സർപ്പം പാട്ട് അതിൻ്റെ ഒരു തുടർച്ചയാണ് പുള്ളുവൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കളയെഴുത്ത് പാട്ട് കൂടാതെ ഭഗവതിക്കാവിൽ വരയ്ക്കുന്ന കളയെഴുത്ത് പാട്ടുകൾ പാണൻ, പുള്ളുവൻ തുടങ്ങിയ ആ സമുദായങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്.
ഇങ്ങനെ നോക്കിയാൽ പുലയരുടെ വിഭാഗങ്ങളുടെ ഇടയിൽ ഉണ്ടാവുന്ന തുടികൊട്ട് പാട്ട്, മുടിയാട്ടം തുടങ്ങിയ ഇതിനും ഈ സമുദായം, കൂളികെട്ട് തുടങ്ങിയ സമുദായം വളരെ പ്രധാനമാണ്. അതുപോലെ സംഭവ സമുദായങ്ങൾക്കിടയിൽ കന്നിപ്പാട്ട്, വടിതല്ല് തുടങ്ങി നീണ്ട ഇങ്ങനെ നോക്കിയാൽ അടിസ്ഥാനപരമായി വലിയ മാറ്റങ്ങൾ വരാത്ത കലാരൂപങ്ങൾ സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ അവതരിപ്പിക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഒരു കലാസൃഷ്ടി രൂപം കൊള്ളുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഫോക്ലോർ പഠനങ്ങളിൽ പറയുന്നു, നല്ലൊരു മൃഗത്തെ വേട്ടയാടി നടക്കുന്ന മനുഷ്യർക്ക് നല്ലൊരു മൃഗത്തെ കിട്ടിയ ആഹ്ലാദത്തിൽ അവർ ഓഹോയ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു ആർട്ട് തന്നെ രൂപം കൊള്ളാം. നായാടുമായി ബന്ധപ്പെട്ടിരുന്ന ഫോക്ലോറിൽ അതാണുള്ളത്. നല്ല വിളവ് കിട്ടിയാൽ, നമുക്കിപ്പോൾ നമ്മൾ നട്ട ഒരു ചെടിയിൽ നല്ല പൂ വിരിഞ്ഞാൽ നമ്മൾ ആഹ്ലാദിച്ചൊന്ന് തുള്ളിച്ചാടും. അതൊരു നൃത്തമായി വേണമെങ്കിൽ മാറാം. അപ്പം വയലിൽ നല്ല കൃഷി ലഭിച്ചാൽ കലാരൂപങ്ങൾ ഉണ്ടാവാം. ഇത് നൈസർഗികമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അല്ലെങ്കിൽ യുദ്ധം കഴിഞ്ഞാൽ ആടിപ്പാടി തുള്ളിച്ചാടി മറ്റേ സംഘകാല കൃതികളൊക്കെ നോക്കിയാൽ യുദ്ധം കഴിഞ്ഞാൽ ആടിപ്പാടുന്ന മനുഷ്യന്മാർ. അപ്പം കലകൾ ഉണ്ടാവുന്നത് സ്വാഭാവികതയാണ്. ഇപ്പോൾ ജന്തു സഹജമായി നോക്കിയാൽ ഇണയെ ആകർഷിക്കലാണ് കലയുടെ അടിസ്ഥാനം. മയിൽ നൃത്തം ചെയ്യുന്നു, കുയിൽ പാട്ട് പാടുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം നൈസർഗികമായി ഉണ്ടായി വന്ന കലകൾ അതിനെ ഒരു പലതരത്തിൽ റിഫൈൻ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അതിനെ ഈ നൈസർഗിക കലകൾ, എനിക്ക് തോന്നുന്നു ഈ നൈസർഗിക കലകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന്മാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അത് കിടക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ എൻ്റെ തന്നെ, ഞാൻ ജനിച്ച കാലത്തൊന്നുമില്ല, അതിന് മുമ്പ് തന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടത്, ഈ ഓരോ ഘട്ടത്തിൽ ഇവർ ഓരോ ആരാധന നടത്തും. ഇപ്പോൾ ഒരു പെണ്ണ് ഗർഭവതിയായി കഴിഞ്ഞാൽ പുളികുടി കല്യാണം നടത്തും. അത് ഒരു രാത്രി മുഴുവൻ നേരം വെളുക്കുന്ന ഒരു പാട്ടും തുള്ളലും പ്രത്യേക നൃത്തങ്ങളും ചലനങ്ങളും ഉണ്ട്. പിന്നീട് ആ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാതുകുത്ത് കല്യാണം, അതിനും വലിയ പ്രത്യേക കാതുകുത്ത് കല്യാണമായിട്ട് ബന്ധപ്പെടുന്ന ഒരുപാട് പാട്ടുകൾ, ഒരുപാട് നൃത്തങ്ങൾ, ഒരുപാട് വാദ്യങ്ങൾ. പിന്നീട് പെണ്ണ് ഋതുമതി ആവുന്നതിന് മുമ്പ്, മെൻസസ് ആവുന്നതിന് മുമ്പ് നടത്തുന്ന കല്യാണമുണ്ട്, കെട്ടുകല്യാണം എന്ന് പറഞ്ഞ്. ഋതുമതി ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ആ കല്യാണം നടക്കില്ല, ഏതെങ്കിലും ഒരാളെ കൊണ്ട് കെട്ട് കല്യാണം നടന്നു. അതിനുശേഷം നമ്മൾ ഋതുമതിയായി കഴിഞ്ഞ തെരണ്ട് കല്യാണം. ഒരു പക്ഷേ ഈ ഉർവരതയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമൂഹം നൽകി ഈ തെരണ്ട് കല്യാണത്തിൻ്റെ പാട്ടുകളും അതിൻ്റെ ആരാധനകളും ഞാൻ വായിച്ചു അത് കേട്ടു നോക്കിയിട്ട് എനിക്ക് എഴുതിയാൽ തീർക്കാൻ പറ്റാത്ത അത്രയ്ക്ക് പാട്ടുകളുണ്ട് ഈ തെരണ്ട് കല്യാണമായിട്ട് ബന്ധപ്പെട്ട്. പിന്നീട് യഥാർത്ഥ മംഗലം എന്ന് പറയുന്ന കല്യാണം, പിന്നെ മരണം, 40 ആണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരുടെ ജീവിതവും ജനനവും കല്യാണവും ലൈംഗികതയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് കലാരൂപങ്ങൾ എല്ലാ വിഭാഗങ്ങളുടെ ഇടയിലുണ്ട്. ഇപ്പോൾ കീഴാള വിഭാഗങ്ങളുടെ മാത്രമല്ല, എല്ലാ വിഭാഗങ്ങളുടെ ഇടയിലും ഇത് നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത്തരം കലാരൂപങ്ങളുടെ നൈസർഗികതയിൽ ഉണ്ടായി വന്ന ചില ഗുണഫലങ്ങളെ ചേർത്തെടുക്കുകയും അതിനെ ഒരു പരിഷ്കരിച്ചു കൊണ്ടാണ് ഫോക്കിൽ നിന്നും മറ്റേ ശാസ്ത്രീയമായ കലാരൂപങ്ങൾ ഉണ്ടായി വന്നത്. അല്ലെങ്കിൽ ശാസ്ത്രീയതയുള്ള കലാരൂപങ്ങൾ ഉണ്ടായി വരുന്നു. അത് തീർച്ചയായും ഇപ്പൊ ഓട്ടംതുള്ളൽ നോക്കാം. ഓട്ടംതുള്ളൽ നമുക്ക് പഠിക്കുന്നവർക്ക് തന്നെ അറിയാം. അത് ഓട്ടൻ, പറയൻ, സീതങ്കൻ തുടങ്ങിയ കീഴാളരുടെ തുള്ളലുകളെ അവർ റിഫൈൻ ചെയ്ത് അമ്പലങ്ങളിലേക്ക് കൊണ്ടുപോയി. കഥകളി തന്നെ നോക്കിയാൽ അർജുന നൃത്തം, യക്ഷഗാനം എന്ന് പറയുന്നൊരു കർണാടക കേന്ദ്രീകരിച്ചുള്ള പിന്നാക്ക സമുദായത്തിനിടയിൽ ഒരു കലാരൂപത്തെ അവർ മാറ്റിയെടുക്കുന്നു. തെയ്യങ്ങളുടെ മുഖത്തെഴുത്തും അതിൻ്റെ എല്ലാം കൂട്ടി ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നം നൽകി അത് കോവിലകത്തേക്ക് കൊണ്ടുപോകുന്നു. കൂടിയാട്ടം എന്ന് പറയുന്ന ഇതെല്ലാം ഈ അടിസ്ഥാന ജനങ്ങളുടെ കലകളിൽ നിന്നും ഉണ്ടായതാണ്. പക്ഷെ എന്ത് ചെയ്തു, ഇത് കോവിലകത്ത് ചെന്നപ്പോഴേക്കും മറ്റേ പാടത്തെ നെല്ല് കൊയ്ത് കഴിഞ്ഞാൽ പിന്നെ കളപ്പുര ചെന്ന് തൊടാൻ പാടില്ല എന്ന് പറയുന്ന പോലെ പിന്നെ അവർക്ക് കൂത്തമ്പലങ്ങളിൽ നിന്നല്ല, കൂത്തമ്പലം നിലനിൽക്കുന്ന വഴികളിൽ പോലും സഞ്ചരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തമ കലയെന്നും അധമ കലയെന്നും കലയെ വിഭജിക്കുകയും. നിങ്ങൾ ഈ കലോത്സവം നോക്കിയാൽ അറിയാം, ഈ അടുത്തിടെയാണല്ലോ നാടൻപാട്ടൊക്കെ ഒരു പാട്ടായിട്ട് ആളുകൾ അംഗീകരിച്ചത്. ഗോത്ര നൃത്തമൊക്കെ ഈ അടുത്തിടെ 2-3 വർഷമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു ഭാഗത്ത് നിലനിൽക്കുകയും വരേണ്യ വിഭാഗങ്ങളുടെ കലാരൂപങ്ങൾ മാത്രം അന്തസ്സിന് പ്രദാനം ചെയ്യുകയും. ഇപ്പൊ ഞാൻ മഹാരാജ് സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവർക്ക് കൂത്തറിയാം.
ആ കൂത്തറിയാമെന്ന് പറയുന്നത് കേട്ടോടി അധ്യാപകരൊക്കെ തലതല്ലി വീഴോ. ഒരു മഹാനുഭാവലു എന്ന് പറഞ്ഞിട്ട് അവരെ കുട്ടിയുടെ പുറകെ ചെയ്തിട്ടാണ്. എനിക്ക് അതിരോലം കുത്തറിയാം, തുടി കൊട്ടാനറിയാം, മുടികാട്ടന്റെ പാട്ടറിയാം. ഇത് ഞാൻ ആരോടും പറയില്ല. എനിക്ക് എൻ്റെ അറിവ് അധമത്വവും അവരുടെ കൂത്തിന്റെ അറിവ് ഉത്തമത്വവും പ്രദാനം ചെയ്യുന്നു എന്നുള്ള പ്രതിസന്ധിക്കകത്താണ് നമ്മുടെ കലകളുടെ വളർച്ച. തൽക്കാലത്തരം പറയാം, ബാക്കി ഈ ഒരു ഫോക്ലോറിൻ്റെ വികാസവും അതിൻ്റെ സമകാലമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ അധികാര സംവിധാനങ്ങൾ അതിനെ എങ്ങനെ അനുഗുണമാക്കി അവർക്ക് അനുഗുണമാക്കുന്നു എന്നതിനെ സംബന്ധിച്ചുമാണ് വാസുമാഷ് പറയാൻ ശ്രമിച്ചത്. പ്രത്യേകിച്ച് ഇപ്പം കഥകളി പോലുള്ള കലാരൂപങ്ങൾ വരുമ്പോൾ അതിലെ മുദ്രകൾക്ക് ബൗദ്ധ മുദ്രകളുമായി വലിയ സാമ്യമുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ പഠനങ്ങളിൽ സ്ഥാപിച്ച് കണ്ടു വരുന്നില്ല. അതിൻ്റെ തന്നെ ഒരു പക്ഷേ മറ്റൊരു നോട്ടം ക്ലാസിക്കൽ കലാരൂപങ്ങളെ സംബന്ധിച്ചിട്ടും മറ്റൊരു നോട്ടം പങ്കുവെക്കുവാൻ ശ്രീ RLVക്ക് കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ക്ലാസിക്കൽ ആർട്ട് ഫോമുകൾ അതിന് സൈദ്ധാന്തികമായ പലതരത്തിലുള്ള അടിത്തറകളുണ്ട്, അതിന് പലതരത്തിലുള്ള വൈവിധ്യങ്ങളുണ്ട്, അതിന് പലവിധ പരിണാമങ്ങളുണ്ട്. ക്ലാസിക്കൽ നൃത്ത രൂപങ്ങളെ അതിന് ഏതു വിധത്തിലാണ് RLV നോക്കിക്കാണുന്നത് എന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ വലിയൊരു നന്ദി പറയുകയാണ്. കേരളത്തിൻ്റെ കലാസാംസ്കാരിക ചരിത്രത്തിൽ ക്ലാസിക്കൽ നൃത്തകലയെക്കുറിച്ച് പഠിക്കാൻ ഒരു സാധാരണക്കാരന് കിട്ടിയ ആദ്യത്തെ വേദിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ പല വേദികളിലെ വിഷയങ്ങളും നൃത്തവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളെ സംസാരിക്കാൻ ഒരുപക്ഷെ എന്താ പറയുക വിവേചനങ്ങളേറ്റ കലാകാരന്മാരുടെ വിഷയങ്ങൾ സംസാരിക്കാൻ അത് പഠിച്ചു വന്ന പല ആളുകളെയാണ് ഞങ്ങൾ കണ്ടത്. പക്ഷേ ഇന്നത് നേരിട്ട് അനുഭവസ്ഥർക്ക് പറയാൻ ഒരു അവസരം കിട്ടിയതിൽ ആദ്യമേ നന്ദി പറയുന്നു. നമ്മുടെ പ്രിയ സഹോദരൻ പറഞ്ഞതിന് തുടർച്ചയായി നമുക്കറിയാം ക്ലാസിക്കൽ കലകൾ ചിട്ട ചെയ്ത് വരുന്നത് പ്രാകൃതവും നാടോടി പരവുമായിട്ടുള്ള കലാരൂപങ്ങളിൽ നിന്ന് തന്നെയാണ് എന്ന അടിസ്ഥാന സ്വഭാവം അദ്ദേഹം പറഞ്ഞു വെച്ചു. പിന്നീട് നമ്മൾ ചിട്ട ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ക്ലാസിക്കൽ ചെയ്യപ്പെട്ട ഒരു കലാരൂപങ്ങളിലേക്ക് എത്തുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്തരം ഒരു കല പഠിക്കാൻ ഇറങ്ങിയത് തീർച്ചയായിട്ടും എനിക്ക് ജന്മം തന്ന എൻ്റെ കുലത്തിലെ ഗീതവാദി നൃത്തങ്ങളോട് ഇണക്കമുള്ള ഒരു വംശമായതുകൊണ്ടായിരിക്കാം എനിക്ക് ഇത്തരത്തിലുള്ള ക്ലാസിക്കൽ കലകൾ കൈകാര്യം ചെയ്യാൻ, അതിൻ്റെ താളബോധങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യാനുള്ള ഒരു പാരമ്പര്യം കിട്ടിയത് അതിൽ നിന്ന് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാട്യശാസ്ത്രം, അതായത് ക്ലാസിക്കൽ കലകൾ ചെയ്യുന്ന ഏതൊരു കലാകാരൻ്റെയും കൈപ്പുസ്തകം എന്ന് നമ്മൾ കണക്കാക്കപ്പെടുന്നത് നാട്യശാസ്ത്രമാണ്. അതിൽ പറയുന്നത് ഈ 4 ചതുർവേദങ്ങൾ പഠിക്കാൻ അല്ലെങ്കിൽ അവകാശമില്ലാത്തത് കൊണ്ട്, ശൂദ്രജാതിക്കാർക്കിപ്പുറം താഴെയുള്ളവർക്കൊന്നും ഇത് കേൾക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ ഇതൊന്നും കേൾക്കണ്ട, പകരം ഇതിൽ നിന്നുള്ള ആശയങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഒരു പുതിയ നാട്യവേദം ക്രീഡനീയകം ഇച്ഛാമോ ദൃശ്യം ശ്രവ്യം ച യത് ഭവേത് നാട്യശാസ്ത്രം പറയുകയാണ്. അതായത് കണ്ടും കേട്ടും മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. അപ്പൊ അങ്ങനെയൊരു കളിപ്പാട്ടം നിങ്ങൾ കാണൂ, അതിലൂടെ ധർമ്മത്തെ ഉണ്ടാക്കിയെടുക്കൂ എന്നാണ് നാട്യശാസ്ത്രം പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പൊ അത്തരത്തിൽ എന്തായാലും നമ്മൾ ധർമ്മം പഠിക്കേണ്ടതുണ്ടല്ലോ. നമ്മളിപ്പോ വേറൊരു വിഭാഗമായി മാറ്റി നിർത്തുമ്പോൾ അത്തരം ധർമ്മത്തെ പഠിക്കാൻ ഒരുങ്ങി പുറപ്പെട്ട എനിക്ക് ഉണ്ടായ അവസ്ഥ നിങ്ങളെല്ലാവരും കേരളക്കരയാകെ കണ്ടു കഴിഞ്ഞതാണ്. എന്താണ് ആ ധർമ്മം പഠിക്കാൻ കണ്ടും കേട്ടും ആളുകൾ മനസ്സിലാക്കാനും സ്വയം മനസ്സിലാക്കാനും ഉണ്ടാക്കിയ ഒരു നാട്യം പഠിക്കാൻ പുറപ്പെട്ടതിലുള്ള പ്രശ്നങ്ങൾ. എന്തായാലും അതിൽ നിന്നൊന്നും പിന്മാറുന്നില്ല. കാരണം ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയതാണെന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അടിസ്ഥാന കലാരൂപങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നവയാണ് എല്ലാ കലാരൂപങ്ങളും. അതുകൊണ്ട് അതിൽ നിന്ന് വിഭിന്നമല്ല മോഹിനിയാട്ടം എന്നുള്ള ചിന്തയാണ് മോഹിനിയാട്ടം എന്ന കല പഠിക്കാനായിട്ട് എനിക്ക് പ്രേരണയുണ്ടായത്. ചെറുപ്പം മുതലേ ക്ലാസിക്കൽ കലകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലെല്ലാവരും സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ നാടൻ പാട്ടുകൾ നന്നായി പാടുന്നവരാണ്. പക്ഷെ എന്തോ എനിക്കൊരു കല തന്നത് നൃത്തത്തിലാണ്. തൊട്ടടുത്തുള്ള വീടുകളിൽ നിന്നുള്ള ഈ റേഡിയോയിലെ പാട്ടുകൾ കേൾക്കുമ്പോഴൊക്കെ അലക്ഷ്യമായി നൃത്തം ചെയ്തു. ആ നൃത്തം പഠിക്കണമെന്നുള്ള മോഹം കൊണ്ട് കുട്ടിക്കാലം മുതൽക്കേ കൂലിപ്പണിക്കൊക്കെ പോയി നൃത്തം പഠിക്കാൻ പോയി.
അങ്ങനെ പഠിച്ചാൽ പോരാ, കുറച്ച് ആധികാരികമായി പഠിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു അക്കാദമിയിൽ പോകാനായിട്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഭരതനാട്യ വിഭാഗത്തിലാണ് ഞാൻ ചെന്നത്. പക്ഷേ SC അങ്ങനെ റിസർവേഷനൊക്കെ ഉണ്ടല്ലോ, അതുണ്ടായിട്ട് പോലും നമുക്ക് അഡ്മിഷൻ തന്നില്ല. അവിടെ നിന്ന് പുറന്തള്ളപ്പെട്ടു. പിന്നെ വീണ്ടും ഓരോരോ വർഷങ്ങളിൽ ഇൻ്റർവ്യൂവിന് ചെന്ന് ഒരു വർഷം മോഹിനിയാട്ടത്തിലൊരു ഒഴിവ് വന്നപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രയത്നം കൊണ്ട് കിട്ടിയതാണ് മോഹിനിയാട്ടത്തിലൊരു സീറ്റ്. അത് പഠിച്ചു. അങ്ങനെ അതിന് എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനി മേലിൽ പറയാനുണ്ട്. പഠിച്ചു വന്ന് MG യൂണിവേഴ്സിറ്റിയിൽ, അത് കേരളത്തിലെ ആദ്യത്തെ MA മോഹിനിയാട്ടം, ക്ലാസിക്കൽ കലകളിലെ ആദ്യത്തെ ഒരു ബിരുദാനന്തര ബിരുദം ആയിരുന്നു അത്. കേരളത്തിൽ നിന്ന് ആദ്യമായി MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 1-ാം റാങ്കോട് കൂടി പാസ്സായി. അത് കഴിഞ്ഞപ്പോൾ PhDക്ക് വേണ്ടി കേരള കലാമണ്ഡലത്തിലെ MPhil PhD കോഴ്സിന് ചേരാൻ ചെന്നു. അവിടെയും സീറ്റ് നിഷേധിച്ചു. അന്നൊക്കെ മണിച്ചേട്ടൻ ഒരു ശബ്ദമായതുകൊണ്ട് പ്രത്യേകിച്ച് അധികാരത്തിലേക്ക് ഇത് എത്തപ്പെടാൻ സാധിച്ചു എനിക്ക്. അങ്ങനെ വീണ്ടും അവിടെ അഡ്മിഷൻ കിട്ടി. MPhil പഠിക്കാൻ ചേർന്നു. അപ്പോൾ ഞാൻ പെൺകുട്ടികളൊപ്പം പഠിക്കാനിരുന്നാൽ ശരിയാവില്ല എന്നാണ് അന്നത്തെ അധികൃതർ പറഞ്ഞത്. പഠിക്കാൻ പോയി, റിസൾട്ട് വന്നു, ഫസ്റ്റ് റാങ്ക് വന്നു MPhil. അപ്പം ഞാൻ ചെന്ന് പറഞ്ഞു, ഞാൻ പഠിക്കാൻ വന്നതാണ്, പെൺകുട്ടികളുടെ ഇടയിൽ രമിക്കാൻ വന്നതല്ല എന്ന് പറഞ്ഞു. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നേരെ റിസൾട്ട് താഴോട്ട് പോയി. ഏറ്റവും അവസാനത്തേക്ക് കൊണ്ടിട്ടു. വീണ്ടും പ്രശ്നങ്ങളായി, അത് ചോദ്യങ്ങളായി. പഴയ റിസൾട്ട് വീണ്ടും കിട്ടി. അങ്ങനെ ആട്ടത്തിലെ ആൺവഴികൾ മോഹിനിയാട്ടവുമായി ബന്ധപ്പെടുത്തിയ ഒരു പഠനത്തിലാണ് PhD പ്രബന്ധം അവതരിപ്പിച്ച് 8 വർഷത്തിന് ശേഷം കേരള കലാമണ്ഡലത്തിൽ നിന്ന് തന്നെ PhD പ്രബന്ധം ഡോക്ടറേറ്റ് ബിരുദം ലഭിച്ചത്. അങ്ങനെ ഞാൻ കാലടി സർവകലാശാലയിൽ മോഹിനിയാട്ട വിഭാഗം ഗസ്റ്റ് ലെക്ചറായി ഒരു 15 വർഷക്കാലം സേവനം ചെയ്തപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടെ ഒരു അപ്ഡേഷൻ വേണം. അങ്ങനെ അവിടെ തന്നെ ജോലി റിസൈൻ ചെയ്ത് എൻ്റെ സ്റ്റുഡൻസിൻ്റെ കൂടെ തന്നെ വീണ്ടും ഒരു MA ബിരുദം MA ഭരതനാട്യത്തിൽ എടുക്കാൻ വേണ്ടി പോയി. അപ്പോഴാണ് നമ്മുടെ ഈ വിഷയം, കേരളം കത്തിയ ഒരു വിഷയം നടക്കുന്നത്. അപ്പോൾ ചെറിയൊരു പഠനത്തിൽ കുറച്ചൊന്ന് പുറകിലേക്ക് പോയി. എന്നാലും ആ നേരത്തെ എനിക്ക് നിഷേധിച്ച ഭരതനാട്യത്തിൽ ഞാൻ MA 2-ാം റാങ്കോട് കൂടി വിജയിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ കേരള കലാമണ്ഡലത്തിൽ ഞാൻ എത്തിയത്, അസിസ്റ്റന്റ് പ്രൊഫസറായി. ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അധികൃതരുടെ അടുത്ത് ചെന്ന് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില മനോഭാവങ്ങളുണ്ട്. അത് തുറന്നു പറയാതെ വയ്യ. കാരണം ഞാനൊരു ഇരയാണ്. ആ ഇരയുടെ സംഭാഷണമാണ് ഏത് സർക്കാരിൻ്റെ ഭാഗത്തായാലും എനിക്ക് തുറന്നു വരേണ്ടത് അങ്ങനെയാണ്. കാരണം ഞാനിവിടെ നിലകൊള്ളുന്നതും അങ്ങനെ തന്നെയാണ്. എൻ്റെ കാര്യങ്ങൾ, എനിക്ക് ഒരു അനുഭവം നേരിട്ടതിൻ്റെ പുറത്ത് ഞാൻ സംവദിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ നിലനിന്ന് പോന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം, സംഗീത അക്കാദമിയിൽ അവസരം നിഷേധിച്ചപ്പോൾ എനിക്ക് വിഷം കുടിക്കേണ്ടി വന്നു. കാരണം ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇനി നിനക്കൊന്നും കൊണ്ട് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തിനാണ് ഇത്ര ആത്മാർത്ഥതയോടുകൂടി പഠിച്ചത് എന്നൊരു ചിന്തയായി. ഞാൻ ആഗ്രഹിച്ച ഒരു കലാരൂപത്തിൽ എനിക്ക് തുടർന്നു പോകാൻ പറ്റില്ല, എനിക്കൊരു രംഗാവതരണം ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഒരു കണ്ണിലേക്കും ശരീരത്തിലേക്കും ഒരു ഇരുട്ട് കയറിയ സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് ഞാനത് ചെയ്യേണ്ടി വന്നത്. അതുമാത്രമല്ല, സമൂഹത്തിലൊരു തെറ്റുകാരനായി എന്നെ വ്യാഖ്യാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ പറഞ്ഞത് മുഴുവൻ നുണയാണെന്നും ഞാൻ സംഗീത അക്കാദമിയിൽ എത്തിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ഒരു നുണയനായിട്ട് മാറ്റിയപ്പോൾ അതെനിക്ക് സഹിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് അങ്ങനൊരു സംഭവം ഉണ്ടായത്. പിന്നീട് കലാമണ്ഡലത്തിലെ മറ്റു വിഷയങ്ങളൊക്കെ സംബന്ധിച്ച് എൻ്റെ ആശയങ്ങളെ ഞാൻ അധികാരത്തോട് തന്നെ, ഭരണവിഭാഗത്തോട് തന്നെ പറഞ്ഞ് സംവദിച്ചുകൊണ്ടാണ് ഇന്ന് ഞാൻ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായി ഇവിടെ നിലകൊള്ളുന്നത്. കേരളത്തിലെ നർത്തകർക്ക് വിലയില്ല. നർത്തകരെ കാണുന്നത് മുഴുവനും ഒരു പ്രത്യേക കോഡ് ഭാഷയിലാണ്. നമുക്കറിയാം, തമിഴ്നാട്ടിലെ കലാരൂപങ്ങളായാലും ആന്ധ്രാപ്രദേശിലെ കലാരൂപങ്ങളായാലും ഒക്കെ അവിടെ പേരും പ്രശസ്തിയും നേടിയിട്ടുള്ള നമ്മുടെ കേരളത്തിലെ നർത്തകരാണ്. എന്നാൽ എനിക്ക് അങ്ങനെ മാറാൻ സാധിക്കില്ല. ഞാൻ കേരളത്തിലെ കലാരൂപം പഠിച്ച് കേരളത്തിലെ ഒരു പുരുഷ നർത്തകനായി എനിക്കിവിടെ നിലകൊള്ളണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ വാശി. അത് തന്നെയാണ് കേരളത്തിലെ, ഭാരതത്തിലെ പരമോന്നത കലാസർവകലാശാലയുള്ള കലാമണ്ഡലത്തിലേക്ക് എത്തിച്ചേരാൻ എന്നെ പ്രേരിപ്പിച്ചതും അത് തന്നെയാണ്. ഞാൻ ഇവിടുന്ന് പിന്മാറുന്ന ലക്ഷണം ആരെന്ത് പറഞ്ഞാലും, എൻ്റെ ശരീരത്തെയോ എൻ്റെ നിറത്തെയോ എന്ത് തന്നെ പറഞ്ഞാലും എൻ്റെ ശരീരം ഇതാണ്. എനിക്കൊരു ശരീരഘടനയുണ്ട്, അത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും എൻ്റെ വർഗത്തിൻ്റെയും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഈ മോഹിനിയാട്ട രംഗത്ത് പ്രവർത്തിക്കും. പക്ഷെ ഇവിടെ പ്രശ്നമായത്, ഞാൻ മോഹിനിയാട്ടം പഠിച്ചു വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷെ അത് പ്രയോക്താവായി കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർക്ക് പ്രശ്നങ്ങളായി തുടങ്ങി. പിന്നെ ഇപ്പോൾ അതിൻ്റെ വാക്താവായി തുടങ്ങി. അതായത് ഒരു അക്കാഡമിക രംഗത്ത് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വന്നപ്പോൾ നിലവിലുള്ള മോഹിനിയാട്ടം
ഇതെന്ത് മോഹിനിയാട്ടമായിരുന്നു, അതിന്റെ ഘടന എന്ത്, ആ ഘടന ശാസ്ത്രങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണെന്നൊക്കെ പച്ചയ്ക്ക് വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോഴാണ് പ്രശ്നമായത്. ഇത് RLV രാമകൃഷ്ണൻ പറഞ്ഞപ്പോഴാട്ടോ ആർക്കും അംഗീകരിക്കാൻ പറ്റാത്തത്. അതേസമയം ഇവിടുത്തെ സവർണ മേധാവിത്വമാണല്ലോ എന്ന് ചില നർത്തകിമാർ, നിങ്ങൾ മോഹിനിയാട്ടം അല്ലെങ്കിൽ കേരളത്തിലെ ശാസ്ത്രീയ നൃത്തം നിങ്ങൾ എടുത്തു നോക്കൂ, ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർ എടുത്തു നോക്കൂ. നിങ്ങൾക്ക് ഈ കാലം അത്രയും RLV കോളേജ്, കേരള കലാമണ്ഡലം, സ്വാതി തിരുനാൾ തുടങ്ങിയിട്ടുള്ള ഇത്തരം കലാസ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചു വന്ന ഒരുപാട് കലാകാരന്മാർ ഇവിടെ ഉണ്ട്. എന്നാൽ നിങ്ങൾ കേരളത്തിലെ ശാസ്ത്രീയ നൃത്തം പരിശോധിക്കുമ്പോൾ എത്ര പേരെ നിങ്ങൾക്ക് പേര് പറയാൻ പറ്റും? എത്ര പേരുടെ പേര് പറയാൻ പറയും? ഇല്ല, 5 പേര് കൂടുതൽ പറയും. ഇപ്പോഴും അവർ തന്നെയാണ് അവിടെ സ്ഥാപിതമായിട്ടിരിക്കുന്നത്. അവരിലൂടെയാണ്, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതിലേക്ക് എത്തിയാണ്, അവരിലൂടെയാണ് ഞങ്ങൾക്ക് ഉണ്ടായ അധിക്ഷേപങ്ങളെയും നൃത്തത്തിന്റെ ശരീരത്തെയും നൃത്തത്തിന്റെ നിറത്തെയും കുറിച്ച് സംസാരിക്കാൻ ഇവർ തന്നെയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ തുടക്കത്തിൽ നന്ദി പറഞ്ഞത്. ഇത് ആദ്യത്തെ ഒരു സംഭവമായിട്ടാണ്, ചരിത്ര സംഭവം തന്നെയായിട്ടാണ് ഇവിടെ ഒരു ക്ലാസിക്കൽ കലാരൂപത്തെ കുറിച്ച് പറയാൻ എന്നെ പോലെ ഒരാളെ ക്ഷണിക്കുന്നത്. അപ്പൊ ഇപ്പോഴും അവിടെ പ്രശ്നങ്ങളാണ്. അപ്പൊ നമുക്ക് ഭാവിയിലേക്ക് കടക്കാം, അല്ലെങ്കിൽ ചർച്ചകളിലൂടെ കൂടുതൽ സംസാരിക്കാം. എന്താണ് മോഹിനിയാട്ടത്തിന്റെ ഘടന, അല്ലെങ്കിൽ ശാസ്ത്രീയ നൃത്തത്തിൽ ഇപ്പോ നമ്മുടെ നിലനിൽപ്പ് എങ്ങനെ, ഇനി വരുന്ന കുട്ടികൾ, ഞാനിപ്പോ കലാമണ്ഡലം എന്ന സ്ഥാപനത്തിൽ നിലയുറപ്പിക്കുന്നത് എൻ്റെ വിഭാഗത്തിൽ നിന്നും പഠിച്ചു വരുന്ന കുട്ടികളോട് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ശക്തരായി മുന്നോട്ട് പോയാൽ നമുക്ക് ഇവിടെ കയറി എവിടെയും കയറിയിരിക്കാൻ സാധിക്കും. എന്നുവെച്ചാൽ ഒരു കുട്ടി പറഞ്ഞൊരു വാക്ക് ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയുകയാണ്, മാഷ് എന്തിനാണ് ഇങ്ങനെ ജാതി പറയുന്നത് എന്ന് ചോദിച്ചതിനോട്. അതുകൊണ്ടല്ലേ ഇത്തരം പ്രശ്നങ്ങൾ. അപ്പൊ ഞാൻ അവളെ മുഖത്തോക്കി പറഞ്ഞു, ഞാൻ 1ാം ക്ലാസ് മുതൽ PhD വരെ പഠിച്ചത് SC/ST ഫണ്ടിൽ നിന്ന് കിട്ടുന്ന സ്റ്റൈഫൻഡ് ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ വന്നെത്തി നിൽക്കുന്ന സമയത്ത് ഞാൻ ദളിതനല്ല എന്ന് പറയാൻ എന്നെ കിട്ടില്ല. ഞാൻ പഠിച്ചു വന്നതും സഹായിച്ചതും ഈ ഒരു സംവരണം കൊണ്ടും അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായം കിട്ടിയത് കൊണ്ടാണ് എനിക്ക് എന്തെങ്കിലും 4 വാക്ക് പഠിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഇനിയും ഞാൻ ഉറക്കെ പറയും, ഞാൻ ഇന്നതാണ്, ഞാൻ ഇന്ന സമുദായക്കാരനാണ്, അവിടെ ജനിച്ചു വളർന്ന ഒരു കലാകാരനാണ് എന്ന ആ ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ വേദിയിലും ഇരിക്കുന്നത്. തുടർ ചർച്ചകളൊക്കെയായി നമുക്ക് പോകാം. ഒരു നമ്മളുടേതുപോലുള്ള സാംസ്കാരിക ഇടങ്ങളിലെ കൂടുതൽ ഊട്ടിയുറപ്പിക്കപ്പെടുന്ന ക്ലാസിക് രൂപങ്ങൾ ഏത് വിധത്തിലാണ് അതിൻ്റെ അദൃശ്യ സ്വഭാവം അത് പുറത്തെടുക്കുന്നത് എന്നാണ് RLV നമ്മളോട് പറഞ്ഞത് എന്ന് മനസ്സിലാക്കുന്നു. ഡോക്ടർ വാസുമാഷിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഫോക്ലോർ രൂപങ്ങൾക്ക് തന്നെ ഒരുപക്ഷെ അതിൻ്റെ ആദ്യ പല വഴികളിൽ നിന്നും 90കളിലേക്ക് എത്തുമ്പോൾ അതിന് കാര്യമായ വ്യതിചലനം സംഭവിക്കുന്നുണ്ട്. അത് പല രൂപത്തിൽ ജനകീയമാകുന്നുണ്ട്, പല രൂപങ്ങൾ അത് ആർജിക്കുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ 90കളോടുകൂടി ആരംഭിച്ച ഫോക്ലോറിൻ്റെ പുതിയ വഴികളെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ അതിനകത്തേക്ക് വരുന്നതിന് മുമ്പ് ഈ നാട്യശാസ്ത്രം 35ാം അധ്യായത്തിൽ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്. ദേഹസൗന്ദര്യമുള്ളവർക്ക് ദേവന്മാരുടെ വേഷം നൽകണം, തടിയും പൊക്കവും വലിയ കണ്ണുകളുമുള്ള ആളുകൾ വേണം രാക്ഷസന്മാരുടെയും അസുരന്മാരുടെയും വേഷം ഗ്രഹിക്കുവാൻ. രാജാവും രാജകുമാരന്മാരും സർവാംഗം സുന്ദരന്മാരാകണം. വെള്ളാരം കണ്ടും നീണ്ട മൂക്കമുള്ളവരെ കാഞ്ചുകിനിയാക്കാം. കോങ്കണ്ണൻ, പതിമൂക്കൻ, കുള്ളൻ, കൂനൻ മുതലായവന്മാരെ ദാസന്മാരാക്കാം. നാട്യശാസ്ത്രത്തിൻ്റെ ഒരു വിധിയാണ്. നമ്മൾ ഈ കഥകളി മഹത്തായ കലയാണെന്ന് എനിക്ക് ഞങ്ങളടക്കമുള്ള മലയാള അധ്യാപകർ വേണമെങ്കിൽ ഒരു 100 മണിക്കൂർ വേണമെങ്കിൽ കഥകളിയെക്കുറിച്ച് വേണമെങ്കിൽ ക്ലാസ് എടുക്കാം. അതിൻ്റെ മുഖത്തെഴുത്ത്, മുദ്ര എന്നൊക്കെ പറഞ്ഞ് മലയാള അധ്യാപകർ ഇത് പഠിക്കാതെ ഞങ്ങൾ ഏതാണ്ട് BA കാലം മുതൽ MA കാലം മുതൽ 3/4 ഭാഗം ഇത് തന്നെ പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വേണമെങ്കിൽ ക്ലാസ് എടുക്കാം. പക്ഷേ ഒരു കാര്യം സത്യമായി പറയാം, എനിക്ക് ഈ കഥകളി കണ്ടാൽ മനസ്സിലാവില്ല. എനിക്കറിയാവുന്ന ഒരു മലയാള അധ്യാപകർക്ക് ഇത് മനസ്സിലായിട്ടില്ല. പക്ഷേ നമ്മളിത് കണ്ടുകിട്ടു, മഹാസംഭവമാണ് കഥകളി എന്ന് പറയും. ഒരു മുദ്രയും മനസ്സിലായില്ല, ഒന്നും മനസ്സിലായില്ല, ഇതെന്തോ മഹാസംഭവമാണെന്ന് നമ്മൾ പറയും. ഇങ്ങനെ പറയുന്ന ഒരു തരം ഗതികേടിനകത്ത് നമ്മൾ ജീവിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ചില മന്ത്രിമാരൊക്കെ കഥകളി മനസ്സിലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മനസ്സിലായില്ല, നമുക്കറിയാം. ഇതൊരു വളരെ മൈനറായ സ്ഥലത്ത് നടക്കുന്ന പരിപാടിയാണ്. വളരെ ചെറിയൊരു സ്ഥലത്ത്, ചെറിയൊരിടത്ത്, ചെറിയ ആളുകൾക്ക് മാത്രം മനസ്സിലായൊരു കാര്യമാണ്. പക്ഷേ ഈ കലാമണ്ഡലം പോലുള്ള സ്ഥലങ്ങളിൽ ഈ സർക്കാരിന്റെ കോടികൾ മുടക്കിക്കൊണ്ടാണ്
സർക്കാരിൻ്റെ, അതായത് നമ്മളെല്ലാം നികുതി കൊടുക്കുന്ന ഈ ഫണ്ട് കൊടുത്തുകൊണ്ടാണ് ഇത് ഓക്സിജൻ കൊടുത്തിട്ടേക്കുന്ന ഒരു കലാരൂപമാണ് കഥകളി. ഇത് കലാമണ്ഡലവും ഈ അക്കാഡമികളൊക്കെ പൂട്ടിപ്പോയ പരിപാടി പിന്നെ അമ്പലത്തിൽ പോലും ഉണ്ടാവുമെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. കാരണം അത് മനുഷ്യന്മാരുമായിട്ട് അങ്ങനെ ഒരു തരത്തിലും നേരിട്ട് സംവദിക്കുന്ന ഒരു സംഭവം അല്ല. അതാണ് എൻ്റെ പ്രശ്നം. നമുക്ക് മനസ്സിലാവില്ലല്ലോ. മനസ്സിലാവാത്തൊരു കാര്യം നമ്മളിങ്ങനെ മനസ്സിലാവുന്നു എന്ന ഭാവത്തിൽ ഇങ്ങനെ ഇരിക്കാമെന്നല്ലാതെ മനസ്സിലാവും. ഇനി മനസ്സിലാക്കിയാൽ തന്നെ കൂടിയാട്ടം 8 ദിവസമാണ്. 8 ദിവസം നമുക്ക് വേറെ പണിയുണ്ട്. മനുഷ്യന്മാരല്ല, നമുക്ക് പണിയെടുത്ത് ജീവിക്കേണ്ട ആൾക്കാരാണ്. 8 ദിവസം കൂടിയാട്ടം നടത്താൻ ഉണ്ടും ഉറങ്ങിയും ഉണ്ണിയും ഉണ്ടാക്കിയും നടക്കുന്ന മനുഷ്യന്മാർക്ക് പറ്റും. നമുക്ക് പറ്റുമോ? നമുക്ക് ഒരു സിനിമ 3 മണിക്കൂറേ സഹിക്കാൻ പറ്റില്ല. 2 മണിക്കൂർ നമ്മൾ ചാടി. ഇപ്പോഴത്തെ പിള്ളേർ ഒരു അവരുടെ സ്പാൻ, അവരുടെ ലിസണിങ് സ്പാൻ എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ് മാക്സിമം. അധ്യാപകർ എന്നുള്ള ക്ലാസ് എടുക്കുമ്പോൾ നമുക്കറിയാം. അവർക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഈ കൂടിയാട്ടം എവിടെയെങ്കിലും നടത്തിയേക്കെന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ കൂടിയ ആൾക്കാർ മൊത്തം നാട് വിട്ടു. അപ്പൊ ഇത് സത്യത്തിൽ ഇത് ഈ കൂടിയാട്ടമൊക്കെ ഈ യുനെസ്കോ പോലുള്ള സ്ഥാപനങ്ങൾ ഫണ്ട് കൊടുത്ത് ഓക്സിജൻ കൊടുത്ത് നിർത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അതിനുവേണ്ടിയാണ് ഗവൺമെന്റ് ഈ പണം മുഴുവൻ മുടക്കുന്നത്. അതുപോലെ ദൂരദർശൻ കേന്ദ്രം, ആകാശവാണി തുടങ്ങിയ സ്ഥലങ്ങളിൽ നടക്കുന്ന പല ക്ലാസിക്കൽ ആർട്ടുകളും മനുഷ്യന്മാർ കേൾക്കാറില്ല. ഇപ്പം നമ്മൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഇന്നയാൾ നടത്തുന്ന ശാസ്ത്രീയ സംഗീതം കേട്ട് അപ്പം തന്നെ നമ്മൾ ശേഷം മാറ്റും. പക്ഷെ ഇതിനു വേണ്ടിയാണ് കാശ് മുഴുവൻ മുടക്കുന്നത്. അപ്പം അത് ഈ നമ്മുടെ ഒരു കൃത്രിമത്വത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ MP മനോജ് ചോദിച്ച പോലെ 90കളിലേക്കൊക്കെ എത്തുമ്പോൾ കേരളത്തിന്റെ ഉത്സവ പറമ്പുകളിലെ ഏതാണ്ട് ഗാനമേളകൾ, മിമിസ് പരേഡുകൾ, ഈ പറയുന്ന ക്ലാസിക്കൽ സംഭവങ്ങളൊക്കെ അങ്ങ് മാറിയിട്ട് നാടൻ പാട്ട് അങ്ങ് ഇടിച്ചു കയറി. നിങ്ങൾക്കറിയാവുന്നില്ല, 90 ഞങ്ങളൊക്കെ മഹാരാഷ്ട്രയിലൊക്കെ പഠിക്കുമ്പോൾ CJ കുട്ടപ്പ സാറിൻ്റെ പാട്ട് വരുന്നു, കലാഭവമണിയുടെ പാട്ട് വരുന്നു. ഈ 2 വിപ്ലവങ്ങൾ കേരളത്തിൻ്റെ ഉത്സവ പറമ്പുകളെയും കേരളത്തിൻ്റെ ആസ്വാദനത്തെയും വൻതോതിൽ മാറ്റി. അതിപ്പോൾ യേശുദാസൊക്കെ പാടിയിരുന്ന പഴയ നഗുമോ ഒന്നും വെച്ചിട്ടൊന്നും, അല്ലെങ്കിൽ MG ശ്രീകുമാറൊക്കെ പാടിയ ഒരു പാട്ടും കൊണ്ട് ഒരു സിനിമയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അത് നമ്മൾ ഈ അതായത് അമ്പലം, വീട്, മഞ്ഞൾ പ്രസാദം തുടങ്ങിയ ഒരു ഇതിനപ്പുറത്തേക്ക് സിനിമാ പാട്ടില്ലല്ലോ. നമ്മളൊരു പ്രണയം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ രാധയെ പ്രേമിക്കണം. നമ്മുടെ കാമുകിയെ പ്രേമിക്കുമ്പോൾ നമ്മൾ അങ്ങനെ സങ്കല്പിക്കാൻ നമ്മൾ പാട്ടുകൊണ്ട് വിധിക്കപ്പെട്ട ആൾക്കാരാണ്. അപ്പം അതിൽ നമ്മളിങ്ങനെ 90കളിലൊക്കെ കുടുങ്ങിപ്പോയെങ്കിലും ഈ നാടൻ പാട്ടുകളുടെ ഒരു ഭീകരമായൊരു തിരിച്ചുവരവ്. ഈ തിരിച്ചുവരവ് എങ്ങനെയുണ്ടാകും? നമ്മൾ ഈ വേനൽക്കാലത്ത് പല ചപ്പും കത്തിക്കരിഞ്ഞു പോകും. പക്ഷെ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ആർത്ത് കയറുന്നത് പോലെ ഈ കഴിഞ്ഞ ഒരു 10, 15, 20 വർഷമായിട്ട് നാടൻ പാട്ടുകൾ പല വഴിയിൽ ഇങ്ങനെ ആർത്ത് കയറി. അത് പൊയ്കലപ്പച്ചൻ്റെ പാട്ടുകളാവാം, ശുഭാനന്ദ ഗുരുദേവന്റെ പാട്ടുകളാവാം, അത് CJ കുട്ടപ്പൻ്റെ ഒരു ഇടപെടലും, അതേ തുടർന്ന് ബാനർജിയെ പോലുള്ള ആളുകൾ വരുന്നു. ഇപ്പൊ ഈ കലോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം, ബാനർജി പാടിയ താരക പെണ്ണാളെ എന്നുള്ള പാട്ട് പാടിക്കഴിഞ്ഞാൽ മാർക്ക് ഇടാൻ പറ്റില്ല. എന്താണ് അത്? ആരും എഴുതിയതിന് മാർക്ക് ഇടാൻ പാടില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. ഞാൻ കുറച്ച് കലോത്സവങ്ങൾക്ക് മാർക്ക് ഇടാൻ വേണ്ടി പോയപ്പോൾ എഴുത്ത് പാട്ടുകൾക്ക് മാർക്ക് ഇടാൻ പറ്റില്ല. ബാനർജി പാടിയ താരക പെണ്ണാൾ നാടൻ പാട്ടല്ല എന്നാണ് ഈ കലോത്സവത്തിലെ വിധികർത്താക്കൾ പറയുന്നത്. അതായത് ഇപ്പൊ നളചരിത ആട്ടക്കഥയ്ക്ക് അപ്പുറത്തേക്ക് പിന്നെ ഒരു കഥകളിൽ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ മറ്റേ ചില തുള്ളലുകൾ, ഈ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളലുകൾക്ക് അപ്പുറത്തേക്ക് ഒരു തുള്ളൽ ഉണ്ടായിട്ടില്ല. അതായത് അവിടെ ഡെഡാണ് ഈ കലകളൊക്കെ, ചലിക്കുന്നില്ല. പക്ഷെ നാടൻ കലകൾ ചലിക്കുന്നത് അത് കാലഘട്ടങ്ങളുടെ കൂട്ടിച്ചേർപ്പുകളിലൂടെ മുന്നോട്ട് പോയത് കൊണ്ടാണ്. പക്ഷെ ഇപ്പോഴത്തെ ഈ ശാസ്ത്രീയ സംഗീതം അല്ലെങ്കിൽ ശാസ്ത്രീയ കലകൾ വിലയിരുത്തിയ മനുഷ്യന്മാരെല്ലാം കൂടി ഈ നാടൻ പാട്ടുകൾ അത് പഴയതാണെങ്കിൽ മതി, പുതിയതെന്താ പറ്റില്ലേ? പുതിയൊരു നാടൻ പാട്ട് പറ്റണം എന്ന് പറയുന്നിടത്താണ് നമുക്ക് ഈ സാധനം നിലനിൽക്കുള്ളൂ, അല്ലെങ്കിൽ അത് അവിടെ ഫുൾ സ്റ്റോപ്പാണ്. അപ്പോ സത്യത്തിൽ അത്തരം തീരുമാനങ്ങൾ ഈ നാടൻ കലകളെ വരേണ്യ കലകളെ പോലെ അച്ചിൽ വാർത്ത് നിർത്തുകയും അത് ചലിക്കാതിരിക്കുകയും ചെയ്യും. അപ്പൊ അത് മറികടക്കാനുള്ള സാധ്യതകൾ നമുക്ക് വേണം. അപ്പോൾ ഞാനൊരു ഫോക്ലോർ പരിപാടിക്ക് കണ്ണൂരിൽ ചെന്നു. അപ്പോൾ ഈ മുടിയാട്ടം കളിയൊക്കെയാണ്. അപ്പം അതിനകത്ത് മുടിയാട്ടം കളിക്കുന്നവർ അവിടെ മദ്യം വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവരൊരു പ്ലാസ്റ്റിക് കുപ്പിയിൽ മദ്യം കൊണ്ടുവച്ചു. അപ്പോൾ അവർക്കും കുഴപ്പമില്ല. പക്ഷെ ഇത് നടത്താൻ വിളിച്ചുകൊണ്ട് സാറ് പറഞ്ഞ് മദ്യം വെക്കുകയാണെങ്കിൽ ചേർത്തേ തന്നെ വെക്കണം എന്ന് പറഞ്ഞു.
ചിരട്ടെ തന്നെ മദ്യം വെക്കാവൂ എന്നുള്ള ഒരു കൺസെപ്റ്റിനകത്താണ് ഇവര് നാടൻ കലകളെ കാണുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഈ നാടൻ കലാരൂപങ്ങളെ കുറിച്ച് മലയാള അധ്യാപകർ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ശുദ്ധ അസംബന്ധമാണ്. കാരണം ഈ ഭാരം വലിച്ചു കയറ്റാൻ, തൊഴിലിന്റെ അധ്വാനം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായതാണ് നാടൻ കലാരൂപങ്ങളും നാടൻ പാട്ടുകളും എന്ന് പറയും. ഇവരങ്ങ് പറയാണ്, ശുദ്ധമായ അസംബന്ധമാണ്. അതായത് ഇവർക്ക് വേറെ ഇവരത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പം പുളികൊടി കല്യാണം, കാതുകുത്ത് കല്യാണം, ഈ പറയുന്ന ഇവരുടെ ഇടയിൽ നടക്കുന്ന ഭയങ്കരമായ ഭാവനകൾ. ഇപ്പൊ NS മാധവൻ കഴിഞ്ഞിടയ്ക്ക് OV വിജയനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞൊരു ഡയലോഗുണ്ട്, ദളിതരുടെ ജീവിതത്തിൽ വലിയ ഭാവനകളൊന്നും ബാക്കിയില്ല, ബലിക്കാക്കളില്ല. ഇവര് പറയുന്നതിന് 10,000 ഇരട്ടി ഭാവനകളും അതീന്ദ്രിയമായ ലോകങ്ങളെ കുറിച്ച് ആർക്ക് സങ്കല്പിക്കാവുന്ന ലോകത്ത് നിന്നിട്ടാണ് ഈ കലാരൂപങ്ങളെല്ലാം ഉണ്ടായത്. പക്ഷെ ഇവര് പറയുന്ന എലൈസ എന്ന് പറഞ്ഞുകൊണ്ട് തടി വലിച്ചു കയറ്റാനും പാടത്ത് നിൽക്കുമ്പോ അധ്വാനം കുറയ്ക്കാനും ഉണ്ടായതാണ് എന്ന് പറയുന്നത് തന്നെ ഈ കലാരൂപങ്ങളെ കുറിച്ചുള്ള അവരുടെ അറിവില്ലായ്മ മാത്രമല്ല, ഈ കലാരൂപങ്ങൾ നടത്തുന്ന മനുഷ്യന്മാർക്ക് ആത്മാവില്ല, അവർക്ക് ശരീരം മാത്രമേ ഉള്ളൂ എന്ന് സ്ഥാപിക്കുന്ന ഒരു കുൽസിത പ്രവർത്തനം കൂടിയുണ്ട്. തീർച്ചയായിട്ടും MP മനോജ് സൂചിപ്പിച്ച പോലെ ഇപ്പോൾ മത്തായി സുനിലിൻ്റെ ആവാം, ബാനർജിയുടെ ആവാം, അല്ലെങ്കിൽ കരിന്തലക്കൂട്ടത്തിൻ്റെ ആവാം, പിന്നീടുണ്ടായ ഈ പാട്ടുകൾ നമ്മുടെ സിനിമാ ലോകത്തെ തന്നെ അതിൻ്റെ ശാസ്ത്രീയത എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഈ കർണാട്ടിക് മ്യൂസിക് എന്ന് പറയുന്ന ലോകത്തുള്ള പല 100 കണക്കിന് മ്യൂസിക്കിൽ ഒരു മ്യൂസിക് അല്ലാണ്ട് ഇതിന്റെ അളവിലേക്ക് എല്ലാം അങ്ങോട്ട് അടിച്ചൊതുക്കേണ്ട ഒരു കാര്യമില്ല. പ്രൊക്യൂസസിന്റെ കട്ടിൽ പോലെ ഈ മറ്റേ ഇതിന്റെ വിലയിരുത്താൻ വേണ്ടി ആൾക്കാർ ഇരിക്കുന്നത്, അത് ശരിയായില്ല, ദാസേട്ടൻ ഇങ്ങനെയല്ല പാടിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചില റിയാലിറ്റി ഷോയെ കാണുമ്പോൾ അറിയാലോ. അല്ലെങ്കിൽ ഈ പ്രൊക്യൂസസിന്റെ കട്ടിലൊക്കെ മാറ്റിയിട്ട് ഇതിങ്ങനെയാണ് ഞാനിങ്ങനെയാണ് പാടുന്നത് മാത്രം പറഞ്ഞ് തീരുന്ന കാര്യമുള്ളൂ. ഏതായാലും കലകളെ ജനാധിപത്യവൽക്കരിച്ചതിൽ, കലകളെ സാമൂഹ്യവൽക്കരിച്ചതിൽ, ആർക്കും കലകൾ അവതരിപ്പിക്കാം എന്ന് പറയുന്നൊരു ബഹുത്വത്തിലേക്ക് ഈ നാടൻ കലാരൂപം, സവിശേഷമായി കീഴാളരുടെ കലാരൂപങ്ങൾ നമ്മുടെ സിനിമയെ അടക്കം പരിവർത്തിപ്പിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ നന്ദി. ഒരു നല്ല കുറേ നിരീക്ഷണങ്ങൾ ഡോക്ടർ എക്വാസ് പങ്കുവച്ചു. ഞാൻ ശ്രീ RLVയോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം, ഈ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളും ആൺ ശരീരവും എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഇടയായ ഒന്നുകൂടിയാണ് നൃത്തം പെൺശരീരം, നൃത്തം ആൺശരീരം. എങ്ങനെയാണ് ഈ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളും ആൺശരീരങ്ങളും എന്ന ഒരു ചർച്ചയെ നിങ്ങൾ നോക്കിക്കാണുന്നത്? അത് പറയുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ സഹോദരനെ കൂടെ ഒന്ന് അടിവരയിട്ട് പറയേണ്ടതുണ്ട്. സാറ് പറഞ്ഞു വെച്ച പല കാര്യങ്ങളും, ഈ നാടൻ പാട്ട്, ഈ പറഞ്ഞ വിവേചനം കലാഭവൻ മണിക്കുണ്ട് കേട്ടോ, നാടൻ പാട്ടുകാരുടെ കൂട്ടത്തിലുണ്ട്. കാരണം ഇവരാരും കലാഭവൻ മണിയുടെ പാട്ട് നാടൻ പാട്ടല്ല എന്ന് പറയുന്ന ചില നാടൻ പാട്ടുകാരും ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ. എന്തായാലും നമുക്കറിയാലോ, ഇന്നൊരു നാടൻ പാട്ടുകാരൻ വേദിയിൽ കയറിയാൽ കലാഭവൻ മണിയിൽ ഒരു പാട്ട് പാടാണ്ട് അവനെ ഇറക്കില്ല എന്നുള്ള കാര്യം അതെൻ്റെ ചേട്ടൻ ചെയ്തു വെച്ച് പോയി വലിയൊരു കർമ്മമായിട്ട് കരുതാണ്. ഈ പറഞ്ഞ ആളുകളോട് ഉള്ള മറുപടിയാണ് എനിക്കത്. അപ്പം അങ്ങനെ ഇരിക്കെ ക്ലാസിക്കൽ കല, ആ കുടുംബത്തിൽ നിന്നൊരു ക്ലാസിക്കൽ കല പഠിച്ച സാറ് പറഞ്ഞ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. നമുക്കറിയാം, ഒരു സങ്കല്പങ്ങളുണ്ടല്ലോ ഇവിടെ. അപ്പം നൃത്തത്തിന്റെ അധിഷ്ഠാന ദേവൻ ആരാണെന്ന് ഇവിടെ ഇരിക്കുന്നവർ ആരെങ്കിലുമൊക്കെ പഠിച്ചവരുണ്ടാവും അല്ലേ? സങ്കല്പം ആരായിരിക്കും? നടരാജൻ അല്ലേ? അപ്പൊ അദ്ദേഹത്തിന് രൂപമുണ്ട്, എന്ത്? അർദ്ധനാരീശ്വര സങ്കല്പം, പകുതി പുരുഷനും പകുതി പെണ്ണും എന്നുള്ള സങ്കല്പം. ഈ സങ്കല്പം നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിലുണ്ട്. സൈക്കോളജിക്കൽ പറയുമ്പോൾ അനിമസ് എന്ന് പറയുന്ന ഒരു സവിശേഷത നമ്മുടെ ഹോർമോണിനകത്തുണ്ട്. ഏതൊരു സ്ത്രീയിൽ പുരുഷത്വം ഉണ്ട്, ഏതൊരു പുരുഷനിൽ സ്ത്രീത്വം ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സ്വഭാവ സവിശേഷതകളാണ് നമ്മൾ ഓരോരോ ക്യാരക്ടറുകളായിട്ട് മാറിപ്പോകുന്നത്. നല്ലൊരു സ്പോർട്സ്മാൻ അല്ലെങ്കിൽ സ്പിരിറ്റുവൽ അല്ലെങ്കിൽ ഒരു കായിക താരത്തെ ഒരു സ്ത്രീയെ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അവരുടെ ഒരു കായികമായ അവരുടെ ഒരു പ്രകടനം. അതുപോലെ തന്നെ സുകുമാര കലകൾ ചെയ്യുന്ന ആളുകളിലും ആ ഒരു സൗകുമാര്യത പുരുഷന്മാരിലും കാണാൻ സാധിക്കും. അപ്പം ഇത്തരത്തിലുള്ളൊരു ശാരീരികമായ നിർമ്മിതി നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടെന്നിരിക്കെ ഈ നാട്യത്തെ അല്ലെങ്കിൽ ശാസ്ത്രീയ കലയെ പഠിച്ചപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ വേർതിരിച്ച് പറയുന്ന സങ്കേതങ്ങളാണ് താണ്ഡവം, ലാസ്യം.
അപ്പം ഇത്രയും ഞാൻ ഈ ഒരു വിവേചനങ്ങൾ ഉണ്ടായ സമയത്ത് ഒരു മന്ത്രിയോട് പോയി പറഞ്ഞു, സാറേ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്, അപ്പം അതൊക്കെ പറഞ്ഞു. അദ്ദേഹം എന്നോട് ചോദിക്കുക, അത് ലാസ്യല്ലേ എന്ന് ചോദിച്ചു. അപ്പം സാറേ എന്താ ലാസ്യം എന്ന് ഞാൻ ചോദിച്ചു. അത് ആരോ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചേക്ക ലാസ്യല്ലേ. അപ്പോൾ സാറിനോട് ചോദിച്ചു, സാറേ എന്താ ലാസ്യം? ആൾക്ക് മറുപടി ഇല്ലേ പറയാൻ. അല്ല, അത് ലാസ്യാണ്, അത് പെണ്ണുങ്ങളാണ് ചെയ്യുന്നത്. ഇത്തരം ഈ നാട്യ സങ്കേതങ്ങളെ കുറിച്ചുള്ള പൊതുവായ തെറ്റായ ഒരു ബോധമാണ് ഇന്ന് നമ്മുടെ ശാസ്ത്രീയ നൃത്തരൂപത്തിൽ ഉള്ളത് കൊണ്ടാണ് ഇത്തരം വിവേചനങ്ങൾ ഇങ്ങനെ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഗവേഷണത്തിനായിട്ട് ഇറങ്ങിയപ്പോൾ ഈ ഒരു സാധനം എന്താണെന്ന് ആദ്യം അറിയണം. അങ്ങനെ നാട്യശാസ്ത്രം, അഭിനയദർപ്പണം, സംഗീതരത്നാകരം, നൃത്തരത്നാവലി, നർത്തന നിർണയം, ഭരതാർണവം തുടങ്ങിയിട്ടുള്ള ഈ നാട്യശാസ്ത്ര ഗ്രന്ഥങ്ങളെ പഠിക്കാൻ ശ്രമിച്ചു ആദ്യം. അങ്ങനെ ശരഭോജി രാജാവിൻ്റെ കൊട്ടാരത്തിലാണ് ഈ പുസ്തകങ്ങളൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ, അതിൻ്റെ ഒരു ഒറിജിനൽ വെർഷൻ. അവിടെ പോയി ഒരു 3 വർഷക്കാലം പഠിച്ച് ഇത്തരം കാര്യങ്ങളെന്ന് വിവേചിച്ചറിഞ്ഞപ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം നാട്യശാസ്ത്രം തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നു. താണ്ഡവം എന്ന് പറഞ്ഞാൽ രേജകാംഗഹാരശ്ച പിണ്ഡീബന്ധസ്തദൈവജ സൃഷ്ട്വാ ഭഗവതാ ദത്തസ്തണ്ഡവേ മുനയേ തഥാ തേനാവിഹി തഥാ സമ്യഗാന ഭാണ്ഡസമനിതഃ നൃത്തപ്രയോഗ സൃഷ്ടോയ സത്താണ്ഡവ ഇതി സ്മൃതഃ. രേചകങ്ങളും അംഗഹാരങ്ങളും പിണ്ഡീബന്ധങ്ങളും ഇവയെല്ലാം ചേർന്നതാണ് താണ്ഡവം. പുരാണ സങ്കല്പം അനുസരിച്ച് ഈ കഥയെ പറയുമ്പോൾ ഈ നാട്യം ആദ്യമായി ഭരതമുനി പരമശിവന്റെ മുമ്പിൽ പ്രയോഗിച്ചപ്പോൾ അതിൽ പരമശിവൻ അത് കണ്ടുകൊണ്ട് പറയുകയാണ്, ഇതിൻ്റെ പൂർവ്വരംഗം പൂർണ്ണമായും ശുദ്ധമാണ്. എന്നാൽ ഞാൻ പ്രദോഷകാലത്ത് ചെയ്യുന്ന ആ പ്രദോഷ നൃത്തത്തെ ഇതിൻ്റെ പൂർവ്വരംഗത്തിൽ കൂട്ടിയിണക്കുകയാണെങ്കിൽ ആ ശുദ്ധമായ നൃത്തം കൂടുതൽ ചിത്രമാകും, കൂടുതൽ വിചിത്രമാകുമെന്ന് പരമശിവൻ പറയുകയാണ്. അങ്ങനെ തൻ്റെ ശിഷ്യനായിട്ടുള്ള തണ്ടുമുനിയെ ഭരതമുനിക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുന്നതിനായി നിയോഗിക്കുകയാണ്. ആ കാലം മുതൽക്കാണ് ഈ പ്രദോഷ നൃത്തം പിന്നീട് താണ്ഡവം എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. എന്നാൽ പിന്നെ എന്താണ് ലാസ്യം എന്നറിയാമോ? ലാസ്യത്തെ നാട്യശാസ്ത്രം നിർവചിക്കുന്ന പ്രകാരമാണ് ലസനാദ് ലാസ്യമിത്യുക്തം സ്ത്രീപും ഭാവസമാശ്രയം ഏകർത്തം പ്രതകർത്തം ച തതം ഗേസ്തു പ്രകീർത്തിതം. ലാസ്യം എന്നാൽ ലസിക്കുക എന്നാണ് അർത്ഥം. അതിൻ്റെ വിഭാവ അനുഭാവങ്ങൾ, അതായത് കാര്യകാരകങ്ങളായി നിലകൊള്ളുന്നത് സ്ത്രീ പുരുഷന്മാരാണ്. സ്ത്രീ പുരുഷന്മാർ തൻ്റെ സംഭോഗ കാമസംവർദ്ധകമായ ആ സംയോഗ സമയത്ത് ഉണ്ടാകുന്ന അവരുടെ മനസ്സിലെ മനോവികാരങ്ങളെയാണ് ലാസ്യം എന്ന വാക്ക് പറയുന്നത്. അപ്പോൾ എവിടെ നമുക്ക് വേർതിരിക്കാൻ പറ്റും? എവിടെയാണ് ലാസ്യം എന്ന് പറയുന്ന ഈ ചലനത്തെ, ഇപ്പോഴത്തെ മോഹിനിയാട്ടക്കാർ പറയുന്ന മൃദുവായ ചലനത്തെയാണ് ലാസ്യം എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ നാട്യശാസ്ത്രം പറഞ്ഞു വെച്ചിരിക്കുന്ന ഈ നാട്യസങ്കേതങ്ങളെ നമ്മുടെ ഈ ആധുനിക സമൂഹം പഠിച്ചു വച്ചതിൻ്റെ പ്രശ്നമാണ് ഇന്ന് ഈ പറഞ്ഞ ശരീര സൗന്ദര്യവും അഥവാ ഈ നാട്യസങ്കേതങ്ങളെ അത് സ്ത്രീക്കാണോ പുരുഷനാണ്. നാട്യശാസ്ത്രം പ്രത്യേകം പറയുന്നുണ്ട് എന്ത് ഇപ്രകാരം, എവിടെയാണോ പരമശിവന്റെ ഉദ്ധതമായ പ്രയോഗങ്ങൾ വേണ്ടത് അവിടെ പരമശിവന്റെ അംഗഹാരങ്ങളോടുകൂടിയും എവിടെയാണോ പാർവതീ ദേവിയുടെ ലീലാവിലാസങ്ങൾ വേണ്ടത് അവിടെ സൗകുമാര്യമായ ആ ചലനങ്ങൾ കൂട്ടിച്ചേർക്കാനാണ് പറയുന്നത്. പക്ഷെ പിന്നീട് വന്ന നാട്യശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെയും ഇത് പഠിപ്പിച്ച പല അധ്യാപകരിലൂടെയും ഇത് താണ്ഡവം പുരുഷന്മാർക്കും ലാസ്യം സ്ത്രീകൾക്കും എന്നൊരു കോൺസെപ്റ്റിലേക്ക് എത്തിച്ചേരുകയും ഇവിടെ ഇങ്ങനൊരു വിവേചനം ഉണ്ടാക്കി തീർക്കുകയും ചെയ്തു. ഞാൻ ചോദിക്കുന്നു, ഇവിടെ ഭരതനാട്യം പഠിക്കുന്നവർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഭരതനാട്യം ചെയ്യുന്നവർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? സ്ത്രീകൾ ഭരതനാട്യം ചെയ്യുന്നവർ കണ്ടിട്ടില്ലേ നിങ്ങൾ? അത് എങ്ങനെയാണ്? ഒരു താണ്ഡവഗതിയുള്ള ഒരു മൂവ്മെന്റ്സ് ആണ് ഭരതനാട്യം സ്ത്രീകൾ ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ട് അവിടെ സ്ത്രീകൾ അത് ചെയ്യുന്നു? ഇവിടെ മോഹിനിയാട്ടം എന്ന രൂപം അതിൻ്റെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ ഞാൻ ചരിത്രത്തെ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ മോഹിനിയാട്ടം എന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദേവദാസി സമ്പ്രദവുമായി കൂട്ടി ഇണക്കി പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ റിസർച്ച് ഗൈഡായിട്ട് ഡോക്ടർ എൻ കെ തിരിച്ചത് പറഞ്ഞപ്പോൾ ഇതുവരെയുള്ള മോഹിനിയാട്ടത്തിൻ്റെ ചരിത്ര പുസ്തകങ്ങൾ എന്ന് പറയപ്പെടുന്ന പല പുസ്തകങ്ങളെയും ആശ്രയിച്ചാണ് നീ ഇത് പഠിക്കാൻ ഇറങ്ങിയെങ്കിൽ നിന്റെ ഗവേഷണം വഴിമുട്ടും. അതുകൊണ്ട് നീ ഇതിൻ്റെ ചരിത്രവശങ്ങളെ, അതായത് പ്രൈമറി സോഴ്സിനെ കണ്ടെത്താൻ, പ്രഥമാകാരത്തെ കണ്ടെത്താൻ ശ്രമിച്ചാൽ മാത്രമേ നിന്റെ വഴി തുറന്നു കിട്ടുകയുള്ളൂ. അങ്ങനെ ഞാൻ തിരുവിതാംകൂർ ആർക്കൈവ്സിലേക്ക് പോയി. അവിടെ ഒരുപാട് സമയം എൻ്റെ 8 വർഷം ഗവേഷണം നീണ്ടുപോയതിൻ്റെ പ്രധാന ഉത്തരവാദികൾ അവിടുത്തെ ആർക്കൈവ്സിൻ്റെ നിലപാടുകളാണ്. അവിടെ പോയി തല്ലിടേണ്ടി വന്നു. അവസാനം മന്ത്രിയെ ആർക്കൈവ്സിലെ മന്ത്രിയെ അറിയിച്ചിട്ടാണ് പിന്നെ ഈ ഓലകൾ നമുക്ക് കിട്ടിയത്. അപ്പോൾ അവിടുത്തെ ഒരു ചരിത്രം പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതും എനിക്ക് കിട്ടിയ ഒരു ഏകദേശം ഒരു 3 വർഷക്കാലമായപ്പോഴാണ് ഒരു തിട്ടൂരം എനിക്ക് കിട്ടിയത്. അതിൽ ഇപ്രകാരം പറഞ്ഞു വെച്ചിരിക്കുകയാണ്, ഇവിടെ തരത്തിന് പെണ്ണുങ്ങൾ ഇല്ലാത്തതിനാൽ പരദേശത്തു നിന്ന് വന്ന ആട്ടക്കാരികളെ തിരുവിതാംകൂറിലെ നാടകശാലയിൽ പാർപ്പിച്ചുകൊണ്ട് മോഹിനിയാട്ടത്തിനായി കച്ച കെട്ടിക്കുന്നതിന് ഗുരു അയ്യപ്പ പണിക്കർക്ക് കൊടുത്ത പണം ഇത്ര എന്ന് പറഞ്ഞൊരു ഓല കിട്ടി.
അപ്പൊ എൻ്റെ ഗവേഷണത്തിന് എല്ലാ തരത്തിലും അതായത് പഠിപ്പിച്ചതാര് ഒരു പുരുഷനാണ്, പഠിച്ചതാര് ഇവിടെ തരത്തിന് പെണ്ണുങ്ങളില്ല. അതുകൊണ്ട് പരദേശം തമിഴ്നാട്ടിൽ നിന്ന് വന്ന ദാസിമാരെ നിർത്തിക്കൊണ്ട് ആ ഒരു ബന്ധം മാത്രമാണ് ദേവദാസി എന്നൊരു പാരമ്പര്യത്തിന് ഇവിടെ ബന്ധമുള്ളൂ. പക്ഷേ അത് നാടകശാല, തിരുവിതാംകൂറിൽ നാടകശാല, തിയേറ്റർ എന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു. ഒട്ടനവധി കലാകാരന്മാരും കലാകാരികളും പല ദേശത്തു നിന്ന് വന്ന് അവിടെ നൃത്തം, സംഗീതം, വാദ്യപ്രയോഗങ്ങളൊക്കെ നടത്തിക്കൊണ്ട് അവർക്ക് ചെല്ലും ചിലവും കൊടുത്ത ഒരുപാട് രേഖകൾ പിന്നെ വരി വരിയായിട്ട് എൻ്റെ ഗവേഷണ പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ദേവദാസി സമ്പ്രദായത്തിന്റെ ബാക്കി പത്രമല്ല മോഹിനിയാട്ടം. ഇത് നാടകശാലയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നൊരു നൃത്തരൂപമാണ്. പക്ഷേ മോഹിനിയാട്ടം എന്നൊരു പേരാണ് അതിന് നിർവചിച്ചത്. എന്നാൽ കാലാനന്തരം ഈ നർത്തകിമാരെ മുഴുവനും ഈ ലൈംഗികമായി ചൂഷണം ചെയ്തു. ഇതൊരു അനുവദിക്കപ്പെട്ട നിയമമായി മാറുകയാണ് ഉണ്ടായത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ അധപതിച്ചു പോകാനുള്ള സ്വാതി തിരുനാൾ കാലഘട്ടത്തിൽ ശരഭോജി രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് വന്ന സുന്ദരലക്ഷ്മി, സുഗന്ധ പാർവതി തുടങ്ങിയ നർത്തകി. സുന്ദരലക്ഷ്മിയെ പിന്നീട് സ്വാതി തിരുനാൾ വിവാഹം കഴിക്കുകയുണ്ടായി. സുഗന്ധവല്ലി എന്നൊരു പേരാണ് നമ്മൾ മറ്റേ സിനിമയിൽ വിളിക്കുന്ന പേര്, അതല്ല ശരിക്കും. സുന്ദരലക്ഷ്മിയെ വിവാഹം ചെയ്യുവാനും അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളൊക്കെ പിന്നീട് മദ്രാസിൽ ദേവദാസി സമ്പ്രദായം ഇത് അബോളിഷ് ചെയ്തപ്പോൾ പിന്നീട് കേരളത്തിൽ അതിനെ തുടർന്നായിട്ടുള്ള ഇത് ദേവദാസി സമ്പ്രദായം എന്നൊരു ചിന്ത ഉള്ളത് കൊണ്ട്, കാരണം അവിടെ നിന്ന് വന്നവർ ദേവദാസികളായിരുന്നു, ആ ഒരു ചിന്തയുടെ പുറത്താണ് ഇത് ഇവിടെയും നിരോധിക്കപ്പെട്ടത്. പിന്നീട് പാലക്കാട്ടുശ്ശേരിയിലേക്ക് മുഴുവനും ഇത് വരും. കാരണം പാലക്കാട്ടുശ്ശേരിയിൽ നിന്നുള്ള നട്ടുവന്മാരും സംഗീതജ്ഞരായിരുന്നു സ്വാതി തിരുനാൾ സദസ്സിൽ മുഴുവൻ. പാലക്കാട്ടുശ്ശേരി പരമേശ്വര ഭാഗവതർ, അയ്യപ്പ പണിക്കർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവർ നേരെ പോയത് പാലക്കാട്ടുശ്ശേരിയിലേക്ക്. പിന്നെ അവിടെയാണ് മോഹിനിയാട്ടം ചുറ്റിപ്പറ്റി വളർന്നത്. അതും ഈ ഫൂഡൽ തമ്പുരാക്കന്മാരെ വീട്ടിൽ പോയി മോഹിനിയാട്ടം വേണോ എന്ന് പറഞ്ഞുകൊണ്ട് തമ്പുരാക്കന്മാരെ മടിയിൽ കയറിയിരിക്കുക, ശരീരത്തിലാകെ തൊട്ട് സുഖിപ്പിച്ച് മൂക്കുത്തി കണ്ടില്ലെങ്കിൽ കൊടുത്തിടയ്യ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇവരെ ഒന്ന് സുഖിപ്പിക്കുകയും അവർക്ക് കുറച്ച് പൈസ, അങ്ങനെയാണ് മോഹിനിയാട്ടക്കാരൻ ജീവിച്ചു പോകുന്നത്. ഇതിനെ നമ്മുടെ നവോത്ഥാന നായകനായിട്ടുള്ള മഹാകവി വള്ളത്തോൾ കലാമണ്ഡലത്തിലൂടെ പുനരുജ്ജീവിപ്പിച്ചപ്പോൾ ഉണ്ടായൊരു പ്രധാന വിശേഷം, ഇത്തരത്തിലുള്ള ഈ ലൈംഗികമായ ചൊവ്വയുള്ള എല്ലാ ശാരീരിക ചേഷ്ടകളും ഇതിവൃത്തങ്ങളും മാറ്റിക്കൊണ്ട് പൂർണ്ണമായും ശാസ്ത്രീയമായ നൃത്തരൂപത്തിലേക്ക് എത്തുന്ന രീതിയിൽ ഇതിനെ വളർത്തി. എങ്ങനെ? ഭരതനാട്യത്തെ പോലെ. ഭരതനാട്യം എപ്പോഴാണ് ഈ പേര് വന്നത്? ആദ്യകാലത്ത് ഭരതനാട്യം ദാസിയാട്ടമായിരുന്നു. അത് ക്ഷേത്രത്തിൽ ചെയ്തിരുന്ന സമ്പ്രദായത്തിൽ. നമുക്ക് അങ്ങനെ ഒരു ക്ഷേത്ര സമ്പ്രദായം ഉണ്ടായില്ല. പിന്നീട് ദാസിയാട്ടം പിന്നെ എവിടെ പോയി? സദസ്സിന് കൊട്ടാരത്തിലേക്ക് പോയി. അവിടെ എന്തായത്? സതിരാട്ടമായി. അവിടെ നിന്നാണ് പിന്നീട് ഇത് അധപതിക്കുകയും രാജാക്കന്മാരും മറ്റും ഇവരെ ശാരീരികമായി ദുരുപയോഗം ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഈ നൃത്തരൂപങ്ങളെല്ലാം അധപതി. ഇത് തന്നെ കുച്ചിപ്പുടിയുടെ അവസ്ഥയുണ്ടായി. അവിടെയൊക്കെ ഈ നവോത്ഥാന കാലഘട്ടത്ത് നവോത്ഥാന നായകർ ഈ രംഗത്തേക്ക് വരികയും ഈ കലാരൂപത്തെ സംരക്ഷിച്ചെടുക്കാൻ വേണ്ടി ഇവര് ഒരു അപ്പർ കാസ്റ്റിസം കൊണ്ടുവരികയാണ് ചെയ്തത്. അതിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനായിട്ട് അവരിലേക്ക് മാറ്റി നടുകയാണ് ഉണ്ടായത്. അവിടെ നിന്ന് മുതലാണ് ഈ ഒരു ചിന്തകൾ ഉണ്ടാവുന്നത്. പക്ഷെ അവിടെ എന്തുണ്ടായി? ഈ പേര് മാറ്റി ഭരതനാട്യം എന്ന് പുനർനാമകരണം ചെയ്തു. അതുകൊണ്ടാണ് ഇന്ന് ഭരതനാട്യം ലോകോത്തര നാട്യവേദിയിൽ ഇത്രയും പ്രശസ്തമായി നിൽക്കുന്നത്. ഇത് തന്നെയായിരുന്നു ഇവിടെ സംഭവിച്ചത്. എന്തുണ്ടായി? ഇവിടെ പറഞ്ഞു വെച്ച കേരള കലാമണ്ഡല ചരിത്ര പുസ്തകം എഴുതിയ ലീലാ നമ്പൂതിരിപ്പാട് എഴുതിയ പുസ്തകത്തിലെ മഹാകവി വള്ളത്തോൾ ഈ നൃത്തരൂപത്തെ പരിഷ്കരിച്ചപ്പോൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്: ഇനി മേലാൽ ഇത്തരത്തിലുള്ള ആംഗിക ചലനങ്ങൾ പാടില്ല. അതോടൊപ്പം തന്നെ ഞാൻ ഈ നൃത്തരൂപത്തിന്റെ പേര് മാറ്റുന്നു, കൈരളി നൃത്തം എന്നുള്ള പേര് മാറ്റിവെക്കുന്നു എന്ന് കേരള കലാമണ്ഡല ചരിത്ര പുസ്തകത്തിൽ പറഞ്ഞു വെച്ചിട്ട് ഇന്നും മോഹിനിയാട്ടത്തെ കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ നമ്മുടെ വായ അടച്ചു കെട്ടുന്ന പല പ്രശ്നങ്ങളും ഇന്ന് സംഭവിക്കുന്നുണ്ട്. ഇത്തരം ചരിത്ര വസ്തുതകളെ, നാട്യശാസ്ത്ര വിശകലനങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ഗവേഷണം മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഇവിടെ ഒരു സ്ത്രീ ശരീരത്തെ നൃത്തവേദിയിൽ കാണുന്നത് ഇന്നും ചിലവർക്കും, മോഹിനിയാട്ട വിഭാഗത്തിൽ ചെയ്യുന്ന പല നർത്തകിമാർക്ക് ഇത് മോഹിനിയാട്ടമായി കാണാനാണ് ഇഷ്ടം. കാരണം ഇവിടെ ഒരു പുരുഷൻ നർത്തകനായിട്ട് വരുന്നത് കാണാൻ അവർക്ക് ആർക്കും ഇഷ്ടമല്ല. അതിന്റെ ഭാഗമായിട്ടാണ് പല ചെളിയേറുകളും നമ്മുടെ ഭാഗത്തേക്ക്. നീ ഇവിടെ പറയണ്ട, നീ നിന്റെ ശരീരം കൊണ്ട് മോഹിനിയാട്ടത്തെ കുറിച്ച് പറയാനും പ്രവർത്തിക്കാനും നീ ഇവിടെ വരരുത് എന്നുള്ളതിന്റെ പ്രശ്നമാണ് ഇന്ന് കാണുന്ന പല പ്രശ്നം. കാരണം ഇതിനെ, ഈ ലാസ്യത്തെ, ഈ താണ്ഡവത്തെ, ഈ മോഹിനിയാട്ടത്തിന്റെ പേരിനെ ഇന്ന് ഈ അക്കാദമിക തലങ്ങളിൽ വിളിച്ചു പറയുമ്പോൾ ഇവർക്ക് പലവർക്കും പല പ്രശ്നം. ഇന്നത്തെ സാംസ്കാരിക രംഗത്ത് മോഹിനിമാരുടെ ആട്ടം കാണുന്നുള്ള പല ഫ്യൂഡൽ മനസ്ഥിതിയുള്ള പല തമ്പുരാക്കന്മാരും ഇന്ന് നമ്മുടെ സാംസ്കാരിക
കലാ കേന്ദ്രത്തിൽ നിലകൊള്ളുന്നത് കൊണ്ടാണ് ഇപ്പോഴും രാമകൃഷ്ണനെ പോലൊരാൾക്ക് ഇത്തരത്തിലുള്ള ശബ്ദം ഉയർത്തേണ്ടി വരുന്നത്. കാരണം ഇത് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ വീണ്ടും നമുക്ക് മൈക്ക് കൈമാറേണ്ടതുകൊണ്ട് ഒരാൾ മാത്രം സംവദിച്ചാൽ പോരല്ലോ. നിങ്ങളുടെ ചോദ്യങ്ങൾ നല്ല രീതിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇതൊരു കടൽ പോലെ കിടക്കുന്ന ഒരു സാധനത്തിൽ നിന്ന് കുറച്ച് സാധനമാണ് ഞാൻ പറയുന്നത്. ഈ സമയം നമുക്ക് അനുവദിക്കപ്പെട്ടതിൽ നിന്നും നമുക്കിതൊക്കെ മറുപടിയും പറയേണ്ടതുകൊണ്ട് തൽക്കാലം മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഓരോ ചെറിയ ചോദ്യങ്ങളും കൂടി ഇവരോട് പങ്കുവച്ചിട്ട് സദസ്സിന് ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നതാണ്. അറബി സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് ഏറ്റവും അതിൻ്റെ ഒരു സമകാലമായി തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ നവോത്ഥാനത്തിൻ്റെ കാലവും നവോത്ഥാനം നമ്മളുടെ സാമൂഹികവും സാംസ്കാരികവുമായ ഇടങ്ങളിൽ നിർമ്മിക്കുന്ന പലതരത്തിലുള്ള പരിഷ്കരണങ്ങളുമാണ്. അപ്പോൾ വള്ളത്തോൾ നടത്തുന്ന പരിഷ്കരണത്തെക്കുറിച്ചിട്ട് നമ്മൾ കാണുന്നു. അതുപോലെ പല നവോത്ഥാന ഇടങ്ങളും സാംസ്കാരികമായിട്ടുള്ള പല ചർച്ചകളും അല്ലെങ്കിൽ പലതരത്തിലുള്ള പരിഷ്കരണങ്ങൾക്കും ശ്രമിക്കുന്നു. ഈ ഫോക്ലോർ പോലുള്ള കലാരൂപങ്ങൾക്ക് ഇടയിൽ ഇത്തരത്തിലുള്ള പരിഷ്കരണങ്ങൾ ഏതെങ്കിലും തരത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഡോക്ടർ എ കെ വാസു മാഷോട് ചോദിക്കുന്നു. ഈ കെ കെ ബാബുരാജ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നവോത്ഥാനം എന്ന് പറയുന്നത് കേവലം വെളിച്ചം മാത്രമാണ്. അപ്പോൾ നമുക്ക് ചില പ്രശ്നങ്ങളുണ്ടെന്ന് ടോർച്ചടിച്ച് കണ്ടു, പക്ഷെ അത് അതിനെന്തെങ്കിലും പരിവർത്തനം സാധ്യമായോ എന്ന് ചോദിച്ചാൽ കാര്യമായ പരിവർത്തനമൊന്നും നവോത്ഥാനത്തിന് ശേഷം നമുക്ക് നടന്നില്ല. നവോത്ഥാനത്തിന് ശേഷം കേരളീയമായൊരു സമൂഹം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഉണ്ടായില്ല. ജാതി സമുദായങ്ങളാണ് ഉണ്ടായത്. SNDP, NSS, KPMS, അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭകൾ, മുസ്ലിം സഭകൾ, ഇന്ന് സമുദായങ്ങളാണ്. അത് വേറെ എങ്ങും പോകണ്ട. നിങ്ങൾ വെറുതെ കേരളത്തെ എയ്ഡഡ് കോളേജുകൾ പോയി നോക്കിയാൽ, സ്കൂളുകൾ നോക്കിയാൽ അറിയാം. ഒരു സമുദായങ്ങളാണ് രൂപപ്പെട്ടത്. അല്ലാതെ ഒരു പൊതു കേരളീയ സമൂഹം എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഇന്നുമില്ല, അന്നുമില്ല. മുമ്പൊട്ടും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. ആത്യന്തികമായി വീട്ടിൽ ചെല്ലുമ്പോഴും പുറത്തിരിക്കുമ്പോൾ എനിക്ക് ജാതിയില്ല മതമില്ല എന്നൊരു വീട്ടിൽ കയറുമ്പോൾ നമ്മൾ മതച്ചെരുപ്പാണ് ഇടുന്നത്. ഗുരുപ്പിഴയൊക്കെ പറയുന്ന പോലെ വീട്ടിന് പുറത്തൊരു മതേതര ചെരുപ്പും വീടിനകത്തൊരു മതച്ചെരുപ്പും നമുക്കുണ്ട്. എല്ലാവരും അങ്ങനെ തന്നെയാണ് കല്യാണം വരുമ്പോൾ. അതുകൊണ്ടാണ് ക്രിസ്ത്യൻ മാട്രിമോണിയലും ഈഴവ മാട്രിമോണിയലും മുസ്ലിം മാട്രിമോണിയലും ഒക്കെ അത്രയും പരസ്യം കൊടുക്കില്ല, അത്രയും കല്യാണം നടക്കണ്ടാവുമല്ലോ. ഇതാണ് എൻ്റെ ഈ നവോത്ഥാനാനന്തരം ഉണ്ടായ പൊതുസമൂഹത്തിന് പകരം സമുദായങ്ങളുണ്ടായി. ചില സമുദായങ്ങൾ തകർന്നു പോയി, ചില സമുദായങ്ങൾ വൻതോതിൽ ശക്തിപ്പെട്ട് ഗവൺമെന്റിന്റെ വിഭവങ്ങൾ ആർജിക്കുന്ന തരത്തിലേക്ക് മാറുകയും അവരുടെ ചില ഇത് ഇന്ന് നമ്മൾ ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ നവോത്ഥാനത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത്, നവോത്ഥാനം ചെയ്ത ഒരു പരിപാടി മനുഷ്യന്മാര് പല വഴിക്ക് മാറി നിന്നവരെ ഒരുമിച്ചിരുത്താൻ ശ്രമിച്ചു. അവിടെ സംഭവിച്ചത്, ഇപ്പൊ ശ്രീനാരായണ ഗുരുദേവന്റെ, ഞാൻ ഏറ്റവും ആരാധിക്കുന്ന ഒരു സാമൂഹ്യ വിപ്ലവകാരിയാണ് ശ്രീനാരായണ ഗുരു. ഞാൻ അദ്ദേഹത്തെ വിമർശിക്കുകയല്ല. ശ്രീനാരായണ ഗുരു പറഞ്ഞത്, നിങ്ങൾ ഈ പുളികുടി കല്യാണം, കാതുകുത്ത് കല്യാണം, ബലി, ആടുവെട്ട്, കോഴിവെട്ട് പോലുള്ള പരിപാടിയൊക്കെ നിർത്തണം, അന്തസ്സിലേക്ക് ഉയരാൻ വേണ്ടി. അതുപോലെ നിങ്ങൾ മാടൻ മറുതയെ പോലുള്ള ദൈവങ്ങളെ ആരാധിക്കുന്ന നിർത്തണം എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി റിഫൈൻഡ് ആയ ദൈവങ്ങളെ അങ്ങോട്ട് വെച്ചു കൊടുത്തു. അപ്പൊ അവിടെ സ്വാഭാവികമായും ചില പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ അർജുന നൃത്തം എന്ന് പറയുന്ന ഒരു കലാരൂപം ഈഴവരുടെ ഇടയിൽ, മധ്യകേരളത്തിൽ ഈഴവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതിനെ അങ്ങനെ തന്നെ അടിച്ചു മാറ്റിയിട്ടാണ് ഓട്ടംതുള്ളലുണ്ടായത്. നിങ്ങൾ അർജുന നൃത്തം ഒന്ന് കണ്ടു, വീഡിയോ കിട്ടും. അർജുന നൃത്തം ഒന്ന് കണ്ടു നോക്കുക, ഒരു വ്യത്യാസമില്ല. അർജുന നൃത്തവും ഓട്ടംതുള്ളലും ഒരു വ്യത്യാസമില്ല. പക്ഷെ അർജുന നൃത്തം എന്ന് പറയുന്ന ഫോക്ക് ഈഴവരുടെ ഇടയിൽ നിൽക്കുകയും അത് അങ്ങനെ തന്നെ വരേണ്യർ അടിച്ചു മാറ്റിയപ്പോൾ ഓട്ടംതുള്ളലായി മാറുകയും ചെയ്യും. അല്ലാതെ ഒരു ദിവസം കുഞ്ചൻ നമ്പ്യാരങ്ങ് ഒളിച്ചോടി പോയിട്ട് അങ്ങ് ഉണ്ടാക്കിയെടുത്തെന്നൊക്കെ പറയുന്നത് ഇത് വിശ്വസിക്കാൻ മാത്രം നമ്മൾ ഭയങ്കര മണ്ടന്മാരായി പോയി എന്നുള്ളതാണ്. അങ്ങനെയൊന്നും അല്ല, അത് നേരെ അങ്ങ് അടിച്ചു മാറ്റിയതാണ്. അപ്പോൾ കീഴാള വിഭാഗങ്ങളുടെ ഇടയിലുള്ള ആ കലാരൂപങ്ങൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ അപകൃഷ്ടമാണെന്ന് പ്രചരിപ്പിച്ചതിൽ നവോത്ഥാന നായകന്മാർക്കും പങ്കുണ്ട്. നിങ്ങൾ ഈ പരിപാടി നിർത്തണം, നിങ്ങൾ മന്ത്രവാദം, നിങ്ങൾ അതുപോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും പങ്കുണ്ട്. അവർ കുറ്റം ചെയ്തെന്നല്ല. ഇപ്പോൾ എൻ്റെയൊക്കെ തന്നെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് അവിടെ പതിയൊക്കെ ഉണ്ട്, തുള്ളലും കോഴിവെട്ടും. ഈ പറയുന്ന ഈ സവർണ ദൈവങ്ങളൊന്നും ദളിതരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. അവിടെ കൊണ്ടുവന്ന് കല്ലേ കോഴി വെട്ടി അവിടെ തന്നെ ഇട്ട് പാചകം ചെയ്ത് അവിടെ കള്ളും ചാരയൊക്കെ കൊടുത്തിട്ടാണ് ഈ ആരാധനയൊക്കെ നടത്തിയിരുന്നത്. ഇപ്പോഴും സ്വകാര്യമായിട്ട് നടക്കുന്നുണ്ട്, പണ്ട് അങ്ങനെ ആരും ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് കലാരൂപങ്ങൾ നടന്നിരുന്നു.
അപ്പൊ ഈ ജാതി എന്ന് പറയുന്ന പ്രശ്നത്തെ മിനിമൈസ് ചെയ്യാൻ ജാതീയമായ കലാരൂപങ്ങൾ കളയേണ്ടതുണ്ട്. ഒരു പക്ഷെ അന്നത് ശരിയായിരിക്കാം. തുടികൊട്ട്, അതുപോലെ സാംബോ കമ്മ്യൂണിറ്റി ഇങ്ങനെ വീടുകളിൽ പോയി തുടി കൊട്ടിയിട്ട് നെല്ല് വാങ്ങുന്ന ഒരു പരിപാടിയാണ്. ഞങ്ങൾ എന്നത് പുലയ കമ്മ്യൂണിറ്റിയൊക്കെ ഞങ്ങൾ എന്നെ നിർത്തിച്ചു. മറ്റുള്ള ജന്മികളുടെ വീട്ടിൽ പോയി കുതിര കളികൾ നടത്തിയിട്ട് ഇച്ചിരി നെല്ല് വാങ്ങാം, അതൊരു ഭിക്ഷാടനം പോലെ തോന്നിയിരുന്നു. അപ്പൊ അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വരവോടുകൂടിയും മുമ്പുണ്ടായിരുന്ന നവോത്ഥാന പ്രക്രിയയുടെ ഭാഗമായിട്ട് കീഴാളരുടെ ഇടയിലുണ്ടായിരുന്ന ആരാധനാ രൂപങ്ങളെയും ദൈവങ്ങളെയും ഒക്കെ തന്നെ എടുത്തു കളഞ്ഞു. ഇപ്പൊ ഞങ്ങളുടെ പല ബന്ധുക്കളുടെയും വീട്ടിലിരുന്ന മുത്തപ്പന്റെ അടുത്ത് ഗണപതിയാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ മുത്തപ്പനെ മാറ്റി ഗണപതിയെ കൊണ്ടുവരുമ്പോൾ അവിടെ മുത്തപ്പന് വേണ്ടി നടത്തിയിരുന്ന പാട്ട് അവിടെ ആവശ്യമില്ല. മുത്തപ്പനെ പൂജിച്ചിരുന്ന പുള്ളി കള്ളു കുടിച്ചിട്ട് വന്നിട്ട് അപ്പോൾ ഈ പുള്ളിക്ക് ഈ ഗണപതിക്ക് ഈ പൂജാരി പറ്റില്ല, അപ്പോൾ വേറൊരാളെ മോളിൽ നിന്ന് കൊണ്ടുവരുന്നു. ഇങ്ങനെ ശാരീരികമായി മാത്രം അടിമത്വം അനുഭവിച്ചിരുന്ന ഒരു ജനത ആത്മീയ അടിമത്വം കൂടി ഇപ്പൊ അനുഭവിക്കുകയാണ്. ഇപ്പൊ ആരെങ്കിലും വീട്ടിലായാലും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ആരെങ്കിലും വരും പ്രശ്നമാണെന്നൊക്കെ പറയും, പ്രശ്നം വെക്കും, പിന്നെ ഒരു 3-4 ലക്ഷം രൂപ മേടിച്ചിട്ട് അവരങ്ങ് പോകും. പണ്ടാണെങ്കിൽ 2.5 കുപ്പി കള്ളിൻ്റെ കാശുണ്ടെങ്കിൽ ഒരാളുടെ മരണാനന്തരം നമുക്ക് നടത്തിയെടുക്കായിരുന്നു. അപ്പൊ ഇങ്ങനെ ഈ ഒരു നവോത്ഥാനത്തിന്റെ ചില വെളിച്ചങ്ങൾ കടന്നു വന്നപ്പോൾ കുറച്ചധികം ഇരുട്ടുകളും കൂടി കീഴാള സമുദായങ്ങളിൽ ഉണ്ടായി. അതിന്റെ ഭാഗമായി അവരുടെ കലാരൂപങ്ങളെ, എൻ്റെ വല്യാച്ചൻ ഒരുപാട് പാട്ടുകൾ അറിയാം, പക്ഷെ എനിക്കറിയില്ല. വല്യാച്ചനിൽ നിന്ന് എൻ്റെ ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ അവർക്കറിയാവുന്ന പാട്ടുകൾ അറിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ആലുവ പ്രദേശത്ത് സാംബോ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും എൻ്റെ ഗവേഷണത്തിൽ അത്ഭുതപ്പെട്ടു പോയൊരു കാര്യം, 3 മണിക്കൂർ 3 ദിവസം പാടുന്ന പാട്ടാണ് കന്നിപ്പാട്ട്. ഭദ്രകാളിയുടെ കാളിയുടെ 3 തലമുറ മുമ്പ് അച്ഛൻ്റെ അച്ഛന്മാർ അവർ വന്നു പോകുന്നു. ഇങ്ങനെ മറ്റേ ഇപ്പൊ ഈ മറ്റേ 5 മണിക്കെട്ടുന്ന ആ പാട്ടൊക്കെ അതൊക്കെ ഈ കന്നിപ്പാട്ടിൽ വരുന്നതാണ്. ഈ പാട്ടുകളൊക്കെ 3 അടങ്ങാഴി പാട്ടെന്ന് പറഞ്ഞ ഈ ഒരു 3 അടങ്ങാഴി നെല്ലളന്ന് വെക്കും, ഒരേ നെല്ല് 2 വരി കളയുമ്പോൾ ഇങ്ങനെ കളയും. അങ്ങനെ പാടുന്ന വലിയ സാഹിത്യത്തിന്റെ ഒരു ലോകം, വലിയ വിശാലമായൊരു ഭാവനയുടെ ലോകമുണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം കളയേണ്ടതാണെന്ന് നവോത്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും പ്രത്യേകിച്ച് കീഴാളരിൽ നിർബന്ധം കൊടുത്തതിന്റെ ഭാഗമായി കീഴാളരുടെ കലാരൂപങ്ങൾ പലതും കുറച്ചൊക്കെ, പിന്നീട് അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ പൊങ്ങി വന്ന് കുറേയൊക്കെ, പക്ഷെ അതൊക്കെ അസ്തമിക്കുകയും എന്നാൽ കൂത്തുകൂടിയാട്ടം പോലുള്ള അല്ലെങ്കിൽ തിരുവാതിര എന്ന് പറഞ്ഞാൽ ഒരു നായർ കമ്മ്യൂണിറ്റിക്കകത്ത് നടന്ന ഒരു സാമുദായിക നൃത്തമാണ്. അതെല്ലാം വേറൊരു വഴിക്ക്, അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റികളുടെ ഇടയ്ക്കുള്ള ഒപ്പന പോലുള്ള പാട്ടുകൾ, അതുപോലെ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഇടയിലുള്ള ആ പാട്ടിൻ്റെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്നും മറ്റേ മാർഗംകളിപ്പാട്ടുകൾ, ചവിട്ട് നാടകം, അത് ലാറ്റിൻ കേസവരുള്ള ചവിട്ട് നാടകം എന്നേക്കുമായിട്ടില്ലതായി പോയി. അതിന്റെ സാമ്പത്തിക പ്രശ്നമാണ്. അതിനൊരു 35 അടിയുണ്ട് സ്റ്റേജ് വേണം. അവര് മീൻ പിടിച്ച് എത്ര നോക്കിയാലും ഇത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതിനാരും ഫണ്ട് ചെയ്യാനും തയ്യാറില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, അവർണ സമൂഹങ്ങളിലെ ഏറ്റവും സമ്പുഷ്ടമായിരുന്ന കലാരൂപങ്ങൾ നവോത്ഥാനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുരോഗമന പ്രവർത്തനങ്ങളും അസ്തമിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ അതിലൂടെയൊക്കെ തന്നെ ഒരു സൈഡിലൂടെ വന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ പുതിയ പാട്ടുകളായിട്ടൊക്കെ വരുന്നത്. തീർച്ചയായിട്ടും ഇത്തരം കലാരൂപങ്ങളെ പുതിയ വഴി കണ്ടെത്താൻ അക്കാഡമികൾ ഈ സവർണറുടെ കലാരൂപം മാത്രം പഠിപ്പിക്കുന്ന പരിപാടി അങ്ങ് അവസാനിപ്പിച്ചിട്ട് ആ തുല്യ പ്രാധാന്യം കലാമണ്ഡലം ആവട്ടെ, സംഗീത കോളേജൊക്കെ ഭജന പഠിപ്പിക്കുന്ന സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് എല്ലാവരുടെ കലാരൂപങ്ങളും ഉൾപ്പെടുത്താൻ അക്കാഡമികൾക്ക് കഴിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കിനി 5 മിനിറ്റ് സമയം കൂടി ഉള്ളൂ. അപ്പോൾ ചർച്ചയ്ക്ക് പകരം നമുക്ക് ഒരു ചോദ്യം കൂടി RLV രാമകൃഷ്ണനോട് ചോദിച്ചുകൊണ്ട് നമുക്കത് വൈൻഡപ്പ് ചെയ്യേണ്ടി വരും. RLVയെ സംബന്ധിച്ച് ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ക്ലാസിക്കൽ കലാരൂപങ്ങളും നിറവും. ഇപ്പോൾ തൊട്ടുമുമ്പ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ക്ലാസിക്കൽ കലാരൂപങ്ങളും ശരീരവും എന്ന നിലയിൽ ഒരു ജെൻഡർ രൂപത്തിലാണ് അദ്ദേഹം സംസാരിച്ചതെങ്കിൽ, ക്ലാസിക്കൽ കലാരൂപവും നിറവും, അത് കറുപ്പാവാം, വെളുപ്പാവാം, ഇരുണ്ട നിറങ്ങളാവാം, എന്തോ ആയിക്കോട്ടെ, അതിന് ഏത് തരത്തിലാണ് നമ്മുടെ ക്ലാസിക്കൽ ടെക്സ്റ്റുകൾ നമ്മളോട് സംസാരിക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ കഴിയുമോ? ആദ്യമേ പറയട്ടെ, നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ഒരു മതത്തിനപ്പുറം നമുക്കറിയാം ഏത് വരേണ്യവർഗത്തിലും കറുത്തവരുമുണ്ട്, ഇപ്പുറം വെളുത്തവരുമുണ്ട്.
പക്ഷെ നാട്യശാസ്ത്രം പറഞ്ഞു വച്ചിരിക്കുന്ന ഒരു സൗന്ദര്യ സങ്കല്പം അത് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ഒരു നർത്തകിക്കും ആ ഒരു ലക്ഷണം ഉണ്ടാവുന്നത്. തന്വീ രൂപവതി ശ്യാമ പീനോദത പയോധര പ്രഗൽഭ സരസാകാന്ത കുശലാഗ്രഹ മോക്ഷയോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. ഈ ലക്ഷണങ്ങളൊന്നും ഇന്നത്തെ ഒരു നർത്തകിക്കും കാണുന്നില്ല. അപ്പൊ അത്തരം ചില ഘടനകൾ നാട്യത്തിൻ്റെ അത് ദേവന്മാരൊക്കെ പ്രയോഗിച്ചിരുന്നൊരു സമയത്താണ് നാട്യശാസ്ത്രം പറഞ്ഞു വച്ചിരിക്കുന്നത്. അതിനിപ്പുറം ഇത് നമ്മുടെ മനുഷ്യ ജീവിതത്തിലേക്ക് കലകൾ വരുമ്പോൾ അതിനെ ആ ഒരു തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഈ കഴിവ് എന്ന് പറയുന്ന ഒരു സാധനമാണ് നമ്മൾ കൂടുതൽ മുന്നോട്ട് വയ്ക്കേണ്ടത്. ഏത് കലാരൂപമായാലും അതിൻ്റെ ആന്തരിക തലത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ആ കലാരൂപത്തെ അതിൻ്റെ ഏറ്റവും പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാൻ ആ കലാകാരനോ കലാകാരിയോ കൂടുതൽ ആ കലാരൂപത്തെ ചേർത്ത് പിടിക്കുക, നിത്യേനയുള്ള പരിശ്രമം, അത് തന്നെയാണ് ഒരു കലാരൂപത്തിൻ്റെ പൂർണ്ണത എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം ഇപ്പോൾ നിറം പറയുകയാണെങ്കിൽ തന്നെ എൻ്റെ അടുത്ത് ഒരുപാട് കറുത്ത കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ ഇവിടെ വിവേചനം പറയല്ല, വെളുത്ത കുട്ടികളും കഴിവുള്ളവരുണ്ട്. പക്ഷെ ഈ കുട്ടികളൊക്കെ കാണിക്കുന്ന ഒരു പെർഫെക്ഷൻ ഉണ്ടല്ലോ, അത് അത്ഭുതപ്പെടുത്തുന്നതാണ്. അപ്പോൾ അവിടെയൊന്നും ഒരു നിറമല്ല പ്രധാനം, അവരുടെ ഉള്ളിലെ ഇൻബോണായിട്ടുണ്ടാവുന്ന ഒരു ജീൻ, ആ ക്രോമസോമാണ്, അതിനെയാണ് നമ്മൾ വളർത്തി പുറത്തേക്ക് കൊണ്ടുവരേണ്ടത്. അതല്ലാതെ നീ കറുത്തവളാണ്, നീ മത്സരത്തിന് കളിക്കേണ്ട, നീ മാറി നിൽക്കൂ, നീ വെളുത്തതാണ്, നീ ഇവിടെ വന്ന് കളിക്കൂ എന്ന് പറയുന്ന യാതൊരു തരത്തിലും നമുക്കത് യോജിക്കാൻ സാധിക്കില്ല. പിന്നെ ഇപ്പോൾ ഉണ്ടായത് ഞാൻ മേക്കപ്പ് ഇടുന്നതിനെ കുറിച്ചിട്ടൊക്കെ, നീ കറുത്തതാണെങ്കിൽ പിന്നെ എന്തിനാണ് നീ മേക്കപ്പ് ഇടുന്നത് എന്നൊരു ചർച്ച സ്വാഭാവികമായിട്ട് എല്ലാവരും ഇങ്ങനെ, അതായത് ഞാൻ കലാമണ്ഡലത്തിൽ നൃത്ത പരിപാടി കളിച്ചപ്പോൾ ഞാൻ അത്യാവശ്യം ചെറുതായിട്ട് മേക്കപ്പ്, നമുക്കറിയാലോ നൃത്ത പരിപാടികൾ ഏതൊരു കലാരൂപമായാലും അത് വേദിയിൽ ചെയ്യുമ്പോൾ വിശേഷണയുള്ള ഒരു പ്രകടനമാണ്. അത് മേക്കപ്പ് ഇടുന്നെന്ന് പറയുന്നത് നമ്മുടെ അംഗോപാംഗ പ്രത്യംഗങ്ങളെ അത് ദൂരത്തിരിക്കുന്നവർക്ക് പോലും കാണുന്നത് നമ്മുടെ ഉപാംഗങ്ങളായാലും കണ്ണ്, പുരികം, കൺപോള, ചുണ്ട് മുതലായ അവയിലൂടെ പുറപ്പെടുന്ന ഭാവങ്ങളെ ദൂരത്തിരിക്കുന്നവർക്ക് പോലും, അതിപ്പോൾ നമ്മുടെ നാടൻ കലാരൂപങ്ങളായാൽ പോലും അരിമാവും മറ്റും തേച്ചിട്ടാണ് വിശേഷണയുള്ള പ്രകടനം നമ്മൾ വേദിയിൽ നടത്തുന്നത്. അപ്പം അന്ന് ചെയ്തൊരു ഫോട്ടോ ഏതോ ഒരു സോഷ്യൽ മീഡിയ അതിനങ്ങോട്ട് നല്ലോണം മഞ്ഞ് അങ്ങോട്ട് കയറ്റി എന്നിട്ട് അങ്ങോട്ട് പ്രചരിപ്പിച്ചു അങ്ങോട്ട്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ വേറെ സംഭവങ്ങളുണ്ട്. പക്ഷെ ഇത് പറഞ്ഞു വരുന്നത്, ഞാൻ ഈ ക്ലാസിക്കൽ നൃത്തരൂപത്തെ നിങ്ങൾ അറിയുന്ന ആരെങ്കിലും മേക്കപ്പ് ഇടാതെ നൃത്തം ചെയ്തവരുണ്ടോ? നിങ്ങൾ കണ്ട ഏതെങ്കിലും പ്രകടനത്തിൽ മേക്കപ്പ് ഇല്ലാതെ നൃത്തം ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടോ? ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അംഗോപാംഗ പ്രത്യംഗങ്ങളെ അല്ലെങ്കിൽ അവയിലൂടെ പുറപ്പെടുന്ന ഈ സവിശേഷമായ നൃത്തം എന്ന് പറയുന്നത് നമുക്കറിയാം, നൃതിർ ഗാത്ര വിക്ഷേപേ എന്ന് പാണിനി പറയുമ്പോൾ ഈ വിക്ഷേപണത്തെ സവിശേഷമായൊരിടത്തിലൂടെയാണ് നമ്മൾ ക്ലാസിക്കലായാലും ഏത് കലാരൂപമായാലും കാണുന്നത്. അപ്പൊ ആ സവിശേഷമായ ഒരിടത്ത് ഒരു കലാകാരനെ കയറ്റി നിർത്തുമ്പോൾ വേദിയിലാവട്ടെ മറ്റേത് സ്ഥലത്താവട്ടെ അവിടെ വിശേഷണയുള്ള പ്രകടനങ്ങൾക്കാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് അവിടെ ചമയങ്ങൾ എന്ന് പറയുന്ന ആഹാര്യ അഭിനയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. അതല്ലാതെ കറുത്തവൻ വെളുക്കാൻ വേണ്ടി മേക്കപ്പെടുന്നതോ, വെളുത്തവൻ എന്നാൽ ഇവിടെ വെളുത്തവര് വീണ്ടും അതുപോലെ തന്നെ മേക്കപ്പെടുന്നുണ്ട് അല്ലേ? വെളുത്ത കുട്ടികളെ കറുപ്പിക്കുന്നില്ല. വെളുത്ത കുട്ടികളെ ഈ മേക്കപ്പ്മാർ വന്ന് ചെയ്യുന്നത് എന്താ? ഈ കറുത്ത കുട്ടി ഇടുന്ന അതേ മേക്കപ്പ് ഫൗണ്ടേഷൻ തന്നെയാണ് വെളുത്തവരെയും ചെയ്യുന്നത്. അപ്പൊ അതിനൊന്നും യാതൊരു തരത്തിലുള്ള എന്താ പറയുക സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങളില്ല. ഈ കറുപ്പ് എന്ന് പറയുന്നത് മനസ്സിന്റെ പ്രശ്നമാണ്. അത്തരം മനസ്സിന്റെ പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാറിയാലേ നമുക്ക് ആ മനസ്സിനെ വെളുപ്പിക്കാൻ സാധിക്കുള്ളൂ. അതല്ലാതെ ജന്മനാ ഉണ്ടാകുന്ന കറുപ്പോ വെളുപ്പോ അല്ല പ്രധാനം. ഒരു നല്ലൊരു കലാകാരൻ്റെയോ കലാകാരിയുടെയോ നല്ലൊരു കലാരൂപത്തെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സവിശേഷമായ മനസ്സിനെയാണ് നമുക്കുണ്ടാവേണ്ടത്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. വളരെ പ്രധാനപ്പെട്ട പല ഉത്തരങ്ങളും പല സംശയങ്ങളും ഒക്കെ ഈ ഒരു ചുരുങ്ങിയ സമയത്ത് ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളുടെ ക്ലാസിക്കൽ രൂപങ്ങൾ അതേതെങ്കിലും തരത്തിലുള്ള ഒരു അധികാര സംവിധാനങ്ങളുടേതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭരണ സംവിധാനങ്ങളുടെയോ മാത്രമല്ലെന്നും അത് പലതരത്തിലുള്ള വൈവിധ്യങ്ങളിലൂടെയും പലതരത്തിലുള്ള കൂട്ടിച്ചേർക്കലും കൊടുക്കൽ വാങ്ങലും ഒക്കെ രൂപപ്പെടുത്തി എടുത്ത ഒന്നാണെന്നും നമ്മുടെ ഭാഷയും അല്ലെങ്കിൽ ഭാഷകളും അതുപോലെ തന്നെ നമ്മുടെ പലതരത്തിലുള്ള ആർട്ട് ഫോമുകളും ഒക്കെ പല രൂപത്തിൽ കൊടുക്കൽ വാങ്ങലുകളിലൂടെ രൂപപ്പെട്ടതാണെന്നും അതിനുള്ളിലൊക്കെ കാലങ്ങളുടെ പല വഴികൾ അല്ലെങ്കിൽ പല രൂപങ്ങൾ പരിണാമങ്ങൾ ഒക്കെ ഉണ്ടെന്നും ഒക്കെ തിരിച്ചറിയുന്ന ഒരു ആധുനിക സവിശേഷ സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്.
ഒരുപക്ഷെ എന്തുകൊണ്ടോ ആ ആധുനികതയുടെ സയൻറ്റിഫിക് ടെമ്പറിൻ്റെ അവബോധത്തിൽ നിന്നും പടിപടിയായി നമ്മുടെയൊക്കെ സമൂഹങ്ങൾ വീണ്ടും എങ്ങോട്ടൊക്കെയോ മാറി സഞ്ചരിക്കുകയും സ്വയം പടുകുഴിയിലേക്ക് അധപ്പതിക്കുവാൻ അവയുടെ ചലനങ്ങൾ അവരറിയാതെ തന്നെ പടുകുഴിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെയും ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അത്തരം ലക്ഷണങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ അവയെ ചികിത്സിക്കുവാനുള്ള സംവാദമണ്ഡലമാണ് ആർട്സ് കോളേജ് ഒരുക്കിയത് എന്ന് മനസ്സിലാക്കുന്നു. ഇതിൽ പങ്കെടുത്ത ഇതിന് അവസരം തന്ന കോളേജിനും മറ്റെല്ലാ ഇതിൻ്റെ ഭാരവാഹികൾക്കും നന്ദി, നമസ്കാരം.